പച്ച നുണ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ദജ്ജാലൂന കദ്ദാബൂൻ, കളവ് മാത്രം പറയുന്നവർ. ഇനി ഇന്ന് വിടൂല, തെളിയിക്ക്. മധ്യസ്ഥന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാനിവിടെ മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണെന്ന് ഞാൻ സമ്മതിച്ചു എന്നല്ല പറഞ്ഞു. എടുക്ക്, ബാക്കി കാര്യം പിന്നെ. ഇത് കാണിക്കണം, സീഡി കാണിക്കണം. നിങ്ങൾ കള്ളന്മാരാണ്. ദജ്ജാലൂന കദ്ദാബൂന, തെളിയിച്ചേ ഞങ്ങൾ വിടും. തെളി. മഹാനായ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, സയകൂനു ഫീ ആഖിരിസ് സമാൻ, അവസാന കാലങ്ങളിൽ വരും ദജ്ജാലൂന കദ്ദാബൂന, പച്ച കള്ളം പറയുന്നവർ, കളവ് മാത്രം പറയുന്നവർ രംഗത്ത് വരുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. അതിന്റെ ഉദാഹരണമാണിവർ. എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ തയ്യാറായി, ടേപ്പ് എടുത്ത് കാണിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇല്ല. കളവാന്നോൽക്ക് ഉറപ്പാ. കള്ളന്മാരാന്ന് മനസ്സിലായില്ലേ? ഞാൻ പറയട്ടെ, ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഇനിയെങ്കിലും പഠിച്ചോ. നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നാ. ഒരു മലയാളം പഠിച്ചിട്ടില്ല, അറബിയും പഠിച്ചിട്ടില്ല. മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ പറയാൻ. എന്നിട്ട് ഓതിയതോ ഇൻതദൂഹും, വെല്ലുവിളിക്കുന്നു ഞാൻ അതല്ലേ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിയത്. കേട്ടോ, ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്ന സഹായാർത്ഥന ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥന അല്ല. ഉണരുണരു സഹജരെ, ഉണർന്നെണീക്കു ശക്തരായി, ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ, പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. മുത്തുനബി കോർത്തു തന്ന ധർമ്മരത്നഹാരമി, മരുമണലിൽ പൂത്തുലഞ്ഞ ധർമ്മസമര മുന്നണി. ഉമർ ഹംസ ബിലാലിന്റെ ജാഫറിന്റെ കണ്ടമിൽ ഉതിർന്നു വീണ ധർമ്മഗീതമേറ്റു പാടു സഹജരെ. ഉണരുണരു സഹജരെ, ഉണർന്നെണീക്കു ശക്തരായി, ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. ഹരിതധവള നീലിമയെ നെഞ്ചിലേറ്റി നീങ്ങിടാം, ചുവടുറച്ചു ചുമലിലേറ്റി ധീരമായി ചരിച്ചിടാം. നാം ഒന്ന്, നമ്മളൊന്ന്, നമ്മളെസ്എസ്എഫുകാർ, ധർമ്മരക്തം സിരയിലോടും എസ്എസ്എഫിൻ മക്കൾ നാം. ഉണരുണരു സഹജരെ, ഉണർന്നെണീക്കു ശക്തരായി, ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ, പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമാ. കല്ലെറിഞ്ഞു തെറിവിളിച്ചു വഴി തിരിച്ചു എതിരിടാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹി ബിഅയ്ദീന. കോടമ്പുഴ യൂണിറ്റ് എസ്എസ്എഫും എംഎസ്എമ്മും തമ്മിൽ നടത്താൻ തീരുമാനിച്ച സംവാദമാണ് ഇവിടെ ആരംഭിക്കുന്നത്. 15/7 ഇതിന് തൊട്ടടുത്തുള്ള ബോസ്ക് വെഞ്ചേഴ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് സംവാദം നടക്കുന്നത്. ഈ സംവാദം ഈ രണ്ട് സംഘടനകളും തമ്മിൽ വർഷങ്ങളുടെ വിടവുകൾക്ക് ശേഷം നടക്കുന്ന ഒരു സംവാദമാണ് എന്ന പുതുമ കൂടി ഇതിനുണ്ട്. കേരളത്തിലെ ആദർശ രംഗത്ത് കൃത്യമായി ആദർശങ്ങൾ വേർതിരിച്ചെടുക്കാനും ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് വാദപ്രതിവാദങ്ങൾ പോലെയുള്ള ദഅ്വാ സംരംഭങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കോടമ്പുഴയിലെ സുന്നി മുജാഹിദ് പ്രവർത്തകർ തമ്മിലുണ്ടായിരുന്ന ചർച്ചകളാണ് ഇത്തരമൊരു സംവാദത്തിലേക്ക് നമ്മെ എത്തിച്ചത്. പ്രത്യേകിച്ച് ഈ കോടമ്പുഴ പ്രദേശത്തെ പൗരപ്രമുഖരായ അബൂബക്കർ എൻസിയും അബ്ബാസ് കെ എന്നീ രണ്ട് മാന്യ വ്യക്തികളുടെ വളരെ സൗഹൃദപൂർവവും അവസരോചിതവുമായ ഇടപെടലുകളാണ് രണ്ട് വിഭാഗത്തെയും ഇത്തരമൊരു വേദിയിൽ ഒരുമിപ്പിക്കുന്നതിന് കാരണമായത്.
അതുകൊണ്ട് ഈ സദസ്സിലേക്ക് ആദ്യമായി ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു ഇത്തരമൊരു നന്മയിലേക്ക് നമ്മെ നയിച്ച, ഇത്തരമൊരു വേദിയിലേക്ക് നമ്മെ എത്തിച്ച അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും പ്രതിഫലമുള്ള ഒരു അമലായി ഇത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അതുപോലെ ഈ സംവാദത്തിന് ഇത്ര വിശാലമായൊരു സൗകര്യം നമുക്ക് തന്നത് NC മഹ്മൂദ് സാഹിബാണ്. അദ്ദേഹത്തെയും ഈ സമയത്ത് ഈ നന്മയ്ക്ക് വേണ്ടി നൽകിയ ഈ സംഭാവനയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇവിടെ സംവാദത്തിൻ്റെ മറ്റ് ചുറ്റവട്ടങ്ങളൊക്കെ ആരംഭിക്കുന്നു. വ്യവസ്ഥയുടെ ആദ്യ ഭാഗം ഞാനും രണ്ടാം ഭാഗം മുജാഹിദ് വിഭാഗത്തിൽ നിന്നും വായിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രദേശത്തിന് ഈ സംവാദം ഒരു പുതുമയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സംവാദം എന്ന് കേൾക്കുമ്പോൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച, പരസ്പരം പ്രശ്നങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കുന്ന വേദിയാണ് എന്ന് ഈ നാട്ടിലെ സാധുക്കളായ വിശ്വാസികളിൽ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് മാന്യ വ്യക്തിത്വങ്ങൾ ഈ നാട്ടിൽ ഈ വിഷയത്തിന് വേണ്ടി നമ്മെ സമീപിക്കുകയും പരസ്പരം ഒരുപ്പിക്കുകയും ചെയ്ത അവരോട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നാട്ടിലുള്ള പലരും എന്തിനാണ് രണ്ട് വിഭാഗങ്ങൾ ഇങ്ങനെ പരസ്പരം കലഹിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് ചോദിക്കുകയും അതിവിടെ ഒരു മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യത്തിൻ്റെ വിത്ത് ഈ സംവാദങ്ങളെ കൊണ്ട് നിങ്ങളൊരു പ്രദേശത്തുണ്ടാക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ നേരത്തെ സൂചിപ്പിച്ചു. തീർച്ചയായും ഇതൊരു സംവാദമാണ് എന്ന് പറയുന്നത് സത്യമാണ്. അതോടൊപ്പം ഇസ്ലാമിക വിശ്വാസധാരയുടെ ഇസ്ലാമിക വിശ്വാസധാരയിൽ ഏറ്റവും കൃത്യമായി നമുക്ക് ഇസ്ലാം അനുവദിച്ചു തരുന്ന ആശയം പരസ്പരം കൈകാര്യം ചെയ്യാനുള്ള അവസരമാണ് ഇത്തരം സംവാദങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ പരസ്പരം കലഹിക്കാനോ ഇതിൻ്റെ പേരിൽ ഒരു സംഘടന നടത്താനോ ഈ അടുത്ത് തന്നെ ഒരുപാട് സംവാദങ്ങൾ നമ്മൾ നടത്തി. വളരെ സൗഹൃദത്തോടെ, വളരെ സന്തോഷത്തോടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് തിരിച്ചു പോവുകയും അത് CD ആയി ഇറങ്ങുന്ന സമയത്ത് സമൂഹം അതിൽ നിന്ന് ആശയം പഠിക്കുകയും ചെയ്യുന്നൊരു നന്മയാണ് കേരളത്തിലുള്ളത്. മറ്റു പലരും സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ സൂചിപ്പിച്ചതായി അറിഞ്ഞു, മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ചിലപ്പോഴൊക്കെ സൂചിപ്പിക്കുന്ന വാചകമാണ് എന്തിനാണ് സംവാദങ്ങൾ, എന്തിനാണ് ഖണ്ഡനങ്ങൾ എന്ന് ചോദിക്കാറുണ്ട്. ഇസ്ലാമിൻ്റെ മുഖം വികൃതമാവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം സത്യത്തിൽ അവർ ചെയ്യുന്ന വൈകൃതങ്ങളെപ്പോലും ഈ നന്മ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന വൈകൃതങ്ങളുടെ പേരിലാണ് പലപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിക്കാറുള്ളത്. ഇവിടെ സുന്നിയും മുജാഹിദും സംവാദങ്ങൾ നടക്കുമ്പോൾ കോടാമ്പുഴ പോലെയുള്ളൊരു പ്രദേശത്ത് ഒരിക്കലും ഇതുവരെ അങ്ങനെ ഒരു സംഘടനമോ ഒരു പ്രയാസമോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ സംവാദം തീരും വരെ വളരെ കൃത്യമായ നിയന്ത്രണത്തിലാണ് ഈ സദസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നവും ഭയപ്പെടേണ്ടതില്ലെന്ന് കൂടി ഞാൻ ഈ സമയത്ത് അത്തരക്കാരെ സൂചിപ്പിക്കുകയാണ്. അത്തരക്കാരറിയാൻ വേണ്ടി ഇനി പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ആരായാലും അവരുടെ തെറ്റിദ്ധാരണ കൂടി തീരും വിധത്തിലാണ് ഈ സംവാദം ഇവിടെ നടക്കുക. അവസാനം ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സദസ്സിലുള്ള എല്ലാവരെയും സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദസ്സിൻ്റെ സമാപനം വരെ വളരെ സൗഹൃദത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ വളരെ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോഴും മറുഭാഗം പ്രസംഗിക്കുമ്പോഴും വിഷയങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ട് സത്യം കൃത്യമായി ഉൾക്കൊള്ളാനുള്ള അവസരം എല്ലാവരും ഉണ്ടാക്കും വിധം സൗഹൃദാന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കണമെന്ന് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ്. പരസ്പരം അപശബ്ദങ്ങളില്ലാത്ത വിധത്തിൽ തന്നെ ഈ സദസ്സ് നമുക്ക് പിരിഞ്ഞു പോകണം. നമുക്ക് ഇനിയും ഇൻഷാ അല്ലാഹ് ഇത് കുറേ വർഷങ്ങളുടെ വിടവിന് ശേഷം നടക്കുന്ന ഈ രണ്ട് സംഘടനകൾ തമ്മിൽ നടക്കുന്ന സംവാദമാണ്. ഇതിനുശേഷം ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംവാദങ്ങൾ നടത്താനുള്ളൊരു പ്രാരംഭമായിരിക്കട്ടെ ഇതെന്നുകൂടി ആശംസിച്ചുകൊണ്ട് വ്യവസ്ഥയുടെ ഭാഗം ഞാൻ വായിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്തയുടെ കീഴിലുള്ള SSF-ഉം CP ഉമർ സുല്ലമി നേതൃത്വം നൽകുന്ന KNM-ന്റെ കീഴിലുള്ള MSM-ഉം തമ്മിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ 15/7/2012 കോടമ്പുഴ ബോസ്ക് വെഞ്ചേഴ്സ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഇരുഭാഗത്തുനിന്നും പങ്കെടുത്തവരും തീരുമാനങ്ങളും. ചർച്ചാ സദസ്സിന് നിയന്ത്രണം NC അബൂബക്കർ, K അബ്ബാസ്.
സുന്നിപക്ഷം നൌഷാദ് ഹസനി, ഫൈസൽ ഹസനി, അബ്ദുൽ ഖാദർ ഹസനി, വഹാബ് സക്കാഫി, സുബൈർ ഹസനി കോടമ്പുഴ, മീഡിയേറ്റർ മുഹമ്മദ് രാമന്തളി. മുജാഹിദ് പക്ഷം അബൂബക്കർ നസാഫ്, കെ അലി മദനി മുറയൂർ, അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ, ഒ അബ്ദുൽ ഖാദർ, എം ടി മൻസൂർ, മീഡിയേറ്റർ എ വി നൂറുദ്ദീൻ. തീരുമാനങ്ങൾ: വിഷയം ഇസ്തിഹാസ, പ്രമാണങ്ങൾ ഖുർആൻ, സ്വഹീഹായ ഹദീസുകൾ, സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്. വാദം: മുജാഹിദ് വാദം ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷീഹെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഹാസ് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതും ഷിർക്കുമാണ്. സുന്നിവാദം: ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷീഹെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഹാസ് എന്ന പേരിൽ നടത്തുന്ന സഹായാർത്ഥന ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല, അതിനാൽ അത് ശിർക്കുമല്ല, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് ഇവിടെ വായിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യാവസാനം എല്ലാവരുടെയും പൂർണ്ണ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വിഷയാവതരണം ആദ്യമായി 2 വിഭാഗത്തിൻ്റെ വിഷയാവതരണം നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. ഈ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്ന വിഷയാവതരണത്തിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞു. സുന്നി പക്ഷമാണ് ആദ്യം വിഷയം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം മുജാഹിദ് പക്ഷം വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. അതുപോലെ 23-ാം തീയതിയായിരുന്നു ഈ സംവാദം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആ ദിവസം നമുക്ക് മറ്റ് നടത്താൻ പറ്റാത്ത ചില കാരണങ്ങളുള്ളതിനാൽ 30-ലേക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഈ ഡേറ്റ് മാറ്റിവെച്ചിരുന്നത്. അള്ളാഹു നമുക്കൊക്കെ സത്യം ബോധ്യപ്പെടാനും സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള പ്രചോദനമായി ഈ സംവാദത്തെ മാറ്റട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖോടുകൂടി ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടാനും ഇങ്ങനെ ഒരു സംവാദം നടത്തപ്പെടാനും ഒക്കെയുള്ള ഒരു രംഗം ഒരുങ്ങി വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സുപ്രധാനമായ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വർഗപ്രവേശനമാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഉപോത്ബലകമായ, അതിന് സാധ്യമാകുന്ന തൗഹീദ് അത് അന്യൂനമാക്കപ്പെടുകയും കളങ്കരഹിതമാക്കപ്പെടുകയും ഷിർക്കിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനേക്കാൾ ഗുണകരമായ അല്ലെങ്കിൽ അതിനേക്കാൾ സ്ഥാനമുള്ള പ്രധാനമുള്ള ഒരു കാര്യം വേറെ ഇല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആ ഹഖും ബാത്തിലും ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ ഹഖും ബാത്തിലും ഇവിടെ സ്ഥാപിതമാകണം. അത് വേർതിരിക്കപ്പെടണം. ഹഖ് വ്യക്തമാക്കപ്പെടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ വചനം അത് ഉയർത്തിപ്പിടിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നും ആവേശത്തിൽ നിന്നും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ സംവാദം എന്ന് മനസ്സിലാക്കുകയും, അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായി സമാധാനത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, വിഷയങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ ഉള്ള ഒരു ആർജവം, അതിനു പറ്റിയ ഒരു പ്രാർത്ഥനാമയമായൊരു മനസ്സോടുകൂടി ആയിരിക്കണം എല്ലാവരും ഇവിടെ ഇരിക്കേണ്ടത് എന്ന് വളരെ വിനയപൂർവ്വം ഉണർത്തുകയാണ്. ഇത് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന സുപ്രധാനമായ ഒരു രംഗമാണ് എന്ന് ഞാൻ ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രാധാന്യത്തെക്കുറിച്ചും ഇനി കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല. ഇത് ഈ നാട്ടുകാരുടെ ഒരു ആഗ്രഹത്തിൽ നിന്നും അഭിലാഷത്തിൽ നിന്നും ആവശ്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണെങ്കിൽ പോലും ലോകം മുഴുവനും മുസ്ലിങ്ങൾ മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു സംവാദമാണ്, ഒരു വിശദീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുകയും, ഇവിടെ ഇതിൻ്റെ തീരുമാനങ്ങൾ 4 പേജോളം എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ 2 പേജ് മാന്യനായ എൻ്റെ സുഹൃത്ത് ഇവിടെ വായിച്ചു.
ബാക്കിയുള്ള 2 പേജ് ഞാൻ വായിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് കൂടി ഉണർത്തുന്നു. സംവാദ രൂപം. വിഷയാവതരണം 20 മിനിറ്റ്. ശേഷം 10 മിനിറ്റ് വീതം 2 വിഭാഗത്തിനും 2 അവസരങ്ങൾ വീതമുള്ള ഗണനങ്ങൾ. ശേഷം 4 മിനിറ്റ് ചോദ്യവും 5 മിനിറ്റ് ഉത്തരവും. അങ്ങനെ മുജാഹിദ് സുന്നി വിഭാഗങ്ങൾക്ക് 8 ചോദ്യം 8 ഉത്തരം എന്ന വിധത്തിലുള്ള 2 സെഷനുകൾ. ആദ്യം വിഷയം അവതരിപ്പിക്കുന്നവരെ നറുക്കെടുത്ത് തീരുമാനിക്കും. തുടർന്നുള്ള ഗണനം, ചോദ്യോത്തരം അതിനനുസരിച്ചായിരിക്കും. ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചോദിക്കുകയും മറുവിഭാഗം മറുപടി പറയുകയും ചെയ്യുന്ന രീതിയാണ് ചോദ്യോത്തരങ്ങൾക്ക്. 2ാം സെഷൻ തിരിച്ചും. അവസാനം 10 മിനിറ്റ് വീതം അവലോകനം 2 വിഭാഗത്തിനും. അവലോകനം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. ചോദ്യോത്തരം സെഷൻ അവസാനിച്ചാണ് നറുക്കെടുപ്പ്. വിഷയാവതരണ ശേഷമാണ് 2 വീതമുള്ള ഗണനങ്ങൾ നടക്കുക. 2 വിഭാഗത്തിനും ഓരോ മധ്യസ്ഥന്മാർ ഉണ്ടായിരിക്കും. 10 പണ്ഡിതന്മാർ, 10 വളണ്ടിയർമാർ, 50 ഓഡിയൻസ്, 6 വീതം ക്യാമറ ലൈവ് ടീം. തുല്യമായ ഈ ഘടനയിലാണ് പങ്കെടുക്കുന്ന 2 ആളുകൾ. മൊത്തം 154 പേർ. സെപ്റ്റംബർ 23 ഞായറാഴ്ച പരിസരത്തുള്ള സൗകര്യപ്രദമായ ഓഡിറ്റോറിയത്തിലാണ് രാവിലെ 9:30 മുതൽ സംവാദം നടക്കുക. പ്രസ്തുത തീയതി ഹാൾ സൗകര്യം ലഭിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത ഞായറാഴ്ചയാണ് സംവാദം. അബൂബക്കർ NC, അബ്ബാസ് K എന്നിവരും ഇരുവിഭാഗം സംഘാടകരും മേൽ തീയതിയിലേക്ക് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതാണ്. ക്യാമറ ലൈവ് ചെലവുകൾ ഒഴിച്ച് ബാക്കി പൊതുചെലവുകൾ 2 വിഭാഗവും തുല്യമായി വീതിച്ചെടുക്കുന്നതാണ്. ഒരു വിഭാഗം ഉന്നയിച്ച തെളിവുകൾ മറുവിഭാഗം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് അബൂബക്കർ NC, അബ്ബാസ് K ഒപ്പ്. ഇത്രയുമാണ് നേരത്തെ 2 പേജ് വായിച്ചതും ഈ 2 പേജ് വായിച്ചതും. മൊത്തം ഇതിൻ്റെ ഈ തീരുമാനങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതനുസരിച്ച് സമയം നഷ്ടപ്പെടുത്താതെ നമ്മൾ വിഷയം ആരംഭിക്കുകയാണ്. അതിന് വിഷയം അവതരിപ്പിക്കുന്നതിന് ആദ്യമായിട്ട് നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. സുന്നി വിഭാഗത്തിൽ നിന്നും ആണ് ആദ്യം വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി നറുക്കെടുപ്പിലൂടെ തെളിഞ്ഞ് വന്നത്. അതനുസരിച്ച് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സുന്നി വിഭാഗ പക്ഷത്തെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും നിശബ്ദരായി ശാന്തരായി ഇരുന്ന് ശ്രദ്ധിക്കണം എന്ന് ഒന്നുകൂടി ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. صدق الله مولانا العظيم. يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതരെ, ശ്രോതാക്കളെ, കൂടുതൽ ആമുഖങ്ങളിലേക്ക് കടക്കുന്നില്ല. സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള ഒരു സംവാദമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. സംവാദത്തിൻ്റെ വിഷയം ഇസ്തിഗാസ എന്നാണ്. ഇരുവിഭാഗവും അവരുടെ വാദങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതും ശിർക്കുമാണ് എന്നാണ് മുജാഹിദുകൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിന് സുന്നിപക്ഷം മറുവാദമായി എഴുതിയിരിക്കുന്നത് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളതും ശിർക്കല്ലാത്തതുമാണ് എന്നല്ല, മറിച്ച് ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്ന സഹായാർത്ഥന
ഖുർആൻ അള്ളാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല എന്നാണ്. അതിനാൽ അത് ശിർക്കുമല്ല. അപ്പോൾ ഖുർആൻ അള്ളാഹു അല്ലാത്തവർ ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ട് എന്ന വിഷയത്തിൽ തർക്കമല്ല. ആ ദുആ എപ്പോഴാണ്, ആ തേട്ടം എപ്പോഴാണ് ശിർക്കാകുന്നത് എന്നതാണ് പ്രശ്നം. ഈ തേട്ടം ശിർക്കാകുന്നതിന്റെ മാനദണ്ഡം, മുജാഹിദുകൾ അത് ശിർക്കാണെന്നാണല്ലോ പറയുന്നത്. അത് ശിർക്കാണ് എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം അവർ തന്നെ അവരുടെ പുസ്തകങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 1-2 മാത്രം ഞാനിവിടെ വായിക്കണം. ഇത് ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്ന കുഞ്ഞീദ് മദനി എഴുതിയ പുസ്തകമാണ്. അവിഭക്ത മുജാഹിദുകളുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനം പറയുന്നു, ഇബാദത്ത് എന്നത് വിപുലമായ ഒരു സാങ്കേതിക പദമാണ്. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും വരുത്തുവാൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. അഭൗതികമായ നിലക്ക് ഏതെങ്കിലും ഒരു വസ്തുവിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു ശക്തിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ ഇബാദത്ത് വന്നു, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം വന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ മരിച്ചവരോട് തേടുന്നത് പ്രാർത്ഥനയും ശിർക്കുമാകാനുള്ള കാരണം മരിച്ചുപോയവർ മരിച്ചുപോയി എന്നതല്ല, എന്ന് പറഞ്ഞാൽ തേട്ടം മരിച്ചവരോടായി എന്നതല്ല, മറിച്ച് ആ തേട്ടം അഭൗതികമായ രൂപത്തിൽ ഗുണം പ്രതീക്ഷിച്ചതായി എന്നതാണ്. എൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് മുജാഹിദുകളാണ്. കാരണം മുജാഹിദുകൾക്കിടയിൽ പ്രാർത്ഥന എന്താണ്, തൗഹീദ് എന്താണ് എന്ന വിഷയത്തിൽ ഏറെക്കുറെ വളരെ ശക്തമായ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംവാദം നടക്കുന്നത് എന്ന് തന്നെ കാരണം. ഇവിടെ മുജാഹിദ് പക്ഷത്തെ പ്രതിനിധീകരിച്ച മധ്യസ്ഥൻ ഷിർക്ക് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് പറയുകയുണ്ടായി. ഖുർആനും അത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശിർക ലദുൽമുൻ അദീം. പക്ഷേ ആ ഗൗരവമുള്ള കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസിഡന്റും നമ്മുടെ എഡിറ്ററും മുശ്രിക്കായി പോകരുത് എന്ന നിർബന്ധം മുജാഹിദുകൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ നിർവചന പ്രകാരം ഞങ്ങളുടെ പ്രസിഡന്റും ഞങ്ങളുടെ എഡിറ്ററും മുശ്രിക്കായി പോകുന്നുണ്ടോ എന്ന് വളരെയധികം ശ്രദ്ധപൂർവം അത് കേൾക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്നെ മുജാഹിദ് സുഹൃത്തുക്കൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്താണ് അഭൗതികത എന്ന് ചില സാധാരണക്കാർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടാകും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരു വലിയനെ സന്ദർശിക്കുകയാണ്. എന്നിട്ട് പറയുന്നു അദ്ദേഹം തൻ്റെ കയ്യിന് ഒരു വേദനയുണ്ട്, ഇതൊന്ന് സുഖപ്പെടണം, അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തരണം. അദ്ദേഹം ഒന്ന് തടവി കൊടുക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. ആ തടവൽ, ആ കരസ്പർശം കൊണ്ട്, അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇതൊന്ന് സുഖപ്പെട്ട് കിട്ടിയെങ്കിലോ എന്നാണ് അദ്ദേഹം ആശിക്കുന്നത്, വേറൊന്നും അദ്ദേഹം ആശിക്കുന്നില്ല. എങ്കിൽ പോലും ഇവിടെ അഭൗതികമായ രൂപത്തിൽ ഒരു ഗുണപ്രതീക്ഷ ഉണ്ടായത് കൊണ്ട് തന്നെ അത് ശിർക്കായി പോയി, അദ്ദേഹം കാഫിറായി പോയി എന്നാണ് മുജാഹിദ് വാദത്തിന്റെ പൊരുൾ. ഇതിന് പകരം അദ്ദേഹം ഒരു വൈദ്യനെയാണ് സമീപിക്കുന്നതെങ്കിൽ കാഫിറായി പോവുകയില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇത് ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പല ആശയങ്ങളും ശിർക്ക് പരമായ ആശയങ്ങളാണെന്ന് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ ഹദീസിൽ പഠിപ്പിച്ച പല ആശയങ്ങളും ശിർക്കാണ് എന്ന് പറയേണ്ടി വരും. ലോക മുസ്ലിങ്ങൾ ഇതുവരെ സ്വീകരിച്ച കൾച്ചർ അത് ശിർക്കാണെന്ന് പറയേണ്ടി വരും. ലോക മുസ്ലിമീങ്ങളുടെ നേതാക്കളായ ആഗോള പണ്ഡിതന്മാർ, അതുപോലെ സ്വഹാബത്ത്, അവർ മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ നിലപാട്, ഇബാദത്തിനെ കുറിച്ച് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ മാനദണ്ഡം അത് തീർത്തും തെറ്റാകുന്നു. കാരണം വിശുദ്ധ ഖുർആനും ഹദീസിന്റെയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും അഭൗതികത എന്നതാണ് ഇതിന്റെ മാനദണ്ഡം എന്ന വാദം തെറ്റാണ് എന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നാണ് ഇവർക്ക് ഈ നിർവചനം ലഭിച്ചത്. അത് റഷീദ് റിള എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹമാണ് ഇതിന് ആദ്യമായി ഇങ്ങനെ ഒരു നിർവചനം പറഞ്ഞത് എന്ന് അൽ ഇസ്ലാഹ് മാസികയിൽ സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നിർവചനം ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി തെളിയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ഈ അൽ ഇസ്ലാഹ് മാസികയിൽ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു പുരോഹിതൻ നിർമ്മിച്ച ഒരു മാനദണ്ഡം മാത്രമാണത്. അദ്ദേഹമാണെങ്കിൽ ഒരു പടിഞ്ഞാറ് നോക്കിയാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ മാനദണ്ഡ പ്രകാരം ഇസ്ലാമിനെ വിലയിരുത്തുകയും വിശുദ്ധ ഖുർആനിൽ മോചിതത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി യൂറോപ്യന്മാർ
ഇസ്ലാമിലേക്ക് വരുമായിരുന്നെന്നും പറഞ്ഞ് അള്ളാഹുവിന് തിരുത്തു നിർദ്ദേശിച്ച ഒരു ശാസ്ത്ര പൂജകനായ പുരോഹിതനാണ് റഷീദ് റിള എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ അൽ ഖുർആനുൽ ഹക്കീം എന്ന് പറയുന്ന തഫ്സീറുൽ ഖുർആനുൽ ഹക്കീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞ ആശയമുണ്ട്. നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തു കാണിക്കും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള ഒരു പുരോഹിതന്റെ വാക്ക് നമുക്ക് തെളിവാക്കേണ്ട കാര്യമില്ല. മറിച്ച് ഖുർആൻ നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിലെ മാഇദയിലെ 55-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. റസൂൽ നിങ്ങളുടെ സഹായിയാണ്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അവിടെ തന്റെ തഫ്സീറിൽ വിശദീകരിച്ചത് കാണാം, ഹാഫിളുക്കും, നിങ്ങളുടെ രക്ഷകനാണ്, നിങ്ങളുടെ സഹായിയാണ് എന്നാണ്. ഹാഫിൾ എന്ന പദം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സഹായിയാണെന്ന് പറയുമ്പോൾ ഇപ്പോ നമുക്കറിയാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പച്ചക്കുപ്പക്കിടയിൽ വിശ്രമിക്കുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും നമുക്ക് സഹായിയാണെന്ന് പറയുമ്പോൾ ഖുർആന്റെ പച്ചയായ ഈ പരാമർശം ഇവരുടെ അഭൗതികയുടെ മാനദണ്ഡം തകർത്തു കളയുന്നു. കാരണം മരിച്ചതിന് ശേഷം വല്ല സഹായവും പ്രതീക്ഷിച്ചാൽ അത് അഭൗതികമല്ലേ? തീർച്ചയായും അതെ. ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇമാം തൊബ്രാനി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇന്നലില്ലാഹി മലായികത്തൻ സിവൽ ഹഫള എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹദീസിൽ, നിങ്ങൾ ഏതെങ്കിലും വിജനമായ ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടാൽ, ഫൈദാ അസാബക്കും അർജത്തും ബിഅർളിൻ ഫലാ, ഒരു വിജനമായ പ്രദേശത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ, ഫൽയുനാദി യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ അടിയാറുകളെ എന്നെ സഹായിക്കണേ എന്നവർ വിളിച്ചു തേടട്ടെ. അള്ളാഹുവിനെ വിളിക്കട്ടെ എന്നല്ല, അള്ളാഹുവിന്റെ അടിയാറുകളെ വിളിക്കട്ടെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മലക്കുകൾ സഹായിക്കുമെന്നത് നമുക്കറിയാം. മലക്ക് ഒരു അദൃശ്യ ജീവിയാണ്. അദൃശ്യ ജീവിയായ മലക്കിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുക എന്നത് തന്നെ ശിർക്കാണ് എന്നാണ് സലാം സുല്ലമി തന്റെ ഇതിൽ പറയുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സലാം സുല്ലമി ഇതിൽ പറഞ്ഞു, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു മലക്ക് നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അപ്പോൾ തന്നെ മുശ്രിക്കായി പോകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അഭൗതികമാണ്. അപ്പൊ മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അഭൗതികമാണ്. അതുകൊണ്ട് തന്നെ ശിർക്കുമാണ്, കുഫറുമാണ്. തേടിയാലോ ഏതായാലും ശിർക്കും കുഫറുമാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താ? മലക്കുകൾ സഹായിക്കുന്നതാണ്, സഹായം തേടാം. ഞാനിത് പറയുന്നത് മരിച്ചുപോയ മഹാന്മാരെയാണ് തേടുന്നത് ശിർക്കാണെന്ന് പറയാൻ വേണ്ടി ഇവർ നിർമ്മിച്ച മാനദണ്ഡം അഭൗതികത എന്നുള്ളതാണ്. ആ അഭൗതികതയെ തകർത്തെറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ ഉദ്ധരിച്ച പറഞ്ഞ ഈ ഹദീസ് ബസാർ ഉദ്ധരിച്ചിട്ടുണ്ട്. മജ്മുഉ സവായിദിൽ ഹൈസമി അതിന്റെ റാവികൾ സിഖാത്താണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഹദീസാണിത്. അതുകൊണ്ട് തന്നെ മലക്കുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് ഇവർ പറയേണ്ടി വരും. പക്ഷെ അപ്പോൾ ആരായിരിക്കും ഒന്നാമത്തെ മുശ്രിക്ക്? ഹാജറ ബീവി അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്കിനോട് സഹായം ചോദിച്ചില്ലേ? ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ, ആളെ കണ്ടിട്ടില്ല. അഗിസ് ഇൻ കാന ഇൻദക ഗൗസ്, സഹായിക്കൂ, നിങ്ങളുടെ അടുക്കൽ സഹായമുണ്ടെങ്കിൽ എന്ന് ഹാജറ ബീവി മലക്കിനോട് സഹായം ചോദിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മാത്രമല്ല അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു റായദിലെ 11-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, മലക്കുകൾ നമ്മെ സഹായിക്കുന്നു എന്ന് പച്ചയായി വ്യക്തമായി കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് അഭൗതികമായ നിലക്ക് ഉള്ള സഹായമായതുകൊണ്ട് തന്നെ ശിർക്കാണ് എന്ന് പറയുന്നു ഇവർ. അപ്പൊ ആരൊക്കെയായിരിക്കും മുശ്രിക്കീങ്ങൾ? അള്ളാഹു ശിർക്ക് പ്രചരിപ്പിച്ചുവോ? അള്ളാഹുവിന്റെ റസൂൽ ശിർക്ക് പ്രചരിപ്പിച്ചുവോ? ഹാജറ ബീവി മുശ്രിക്കായോ? എന്നാൽ കാര്യം അവിടെ ഒന്നും നിൽക്കുന്നില്ല. നിങ്ങളുടെ ശബാബിന്റെ എഡിറ്റർ ഇതാ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന് പറയുന്ന കൊട്ടപ്പുറം സംവാദത്തില് വരികയും എന്നിട്ട് അവിടെ പരാജയപ്പെടുകയും ചെയ്തു എന്ന് സലാം സുല്ലമി തന്നെ പറഞ്ഞ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നു, അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. അപ്പൊ അത് പ്രാർത്ഥനയല്ല. ജിന്നിനോട് സഹായം ചോദിച്ചാൽ പ്രാർത്ഥനയല്ല എന്ന് പറയുന്നത് ഷബാബിന്റെ എഡിറ്ററാണ്, വിചിന്തനത്തിന്റെ എഡിറ്റർ അല്ല. അപ്പൊ അദ്ദേഹം നിങ്ങളുടെ മാനദണ്ഡ പ്രകാരം മുശ്രിക്കായി പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന ശിർക ലദുൽമുൻ അളീം. മുജാഹിദുകള് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട ആയത്താണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്ക് കഠോരമായ പാപമാണ് മക്കളെ. അതുകൊണ്ട് തന്നെ മുശ്രിക്കായ എഡിറ്ററെ നിങ്ങൾ വെച്ചേക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാര്, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം സിഹിർ വഴിയുണ്ടാകുന്ന ഉപയോഗവും ഉപകാരവും ഉപദ്രവവും.
അത് മറഞ്ഞ വഴിയാണോ തെളിഞ്ഞ വഴിയാണോ? സിഹ്ർ മുഖേന ഉപകാരവും ഉപദ്രവവും ഉണ്ടാകുന്നത് മറഞ്ഞ വഴിയാണോ തെളിഞ്ഞ വഴിയാണോ? എൻ്റെ കയ്യിലുള്ളത് തൗഹീദും നവയാഥാസ്ഥികരുടെ വ്യതിയാനവും എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നു, അപ്പോൾ സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്. ഇത് യുവത പ്രസിദ്ധീകരിച്ചതാണ്, സുല്ലമി എഴുതിയതാണ്, ഷബാബിൽ വന്നതാണ്, ഞങ്ങളുടേതല്ല എന്ന് പറയണ്ട. ഇതിൽ പറയുന്നു, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയല്ല, ദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരും ഉപദ്രവിക്കുമെന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് പ്രഖ്യാപിക്കലായി തീരുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കുന്നു. എന്ത്? സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അങ്ങനെ വിശ്വസിക്കുന്നവൻ മുശ്രിക്കാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ആരൊക്കെ മുശ്രിക്കാകും? അപ്പോൾ അമാനി മൗലവി മുശ്രിക്കാകും. അതെ, അമാനി മൗലവി മുശ്രിക്കാകും. മുജാഹിദുകളുടെ ഔദ്യോഗിക ഖുർആൻ പരിഭാഷയാണിത്. മുജാഹിദുകളെ പഠിച്ചോ, ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്ക് കഠോരമായ പാപമാണ്. ആരൊക്കെയാണ് ആ ശിർക്ക് ചെയ്തത്? നിങ്ങളുടെ അമാനി മൗലവി. സിഹ്റിന് യാഥാർത്ഥ്യമില്ല, ഗുണമോ ദോഷമോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കണത് ഒരു സിഹ്റുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾ മാത്രമുള്ള പേരാണ് സിഹ്ർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. ഇപ്പോഴുള്ളതാരാ? ഈ ഇരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് അത് എന്താണ്? സിഹ്ർ ശിർക്കാണ്, അതിന് യാഥാർത്ഥ്യമില്ല, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് എന്ന. എന്നാൽ ഇവരുടെ ഔദ്യോഗിക ഖുർആൻ പരിഭാഷ ആരൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? ഒന്ന് അമാനി മൗലവി, രണ്ട് സലാം സുല്ലമിയുടെ പിതാവ് അലവി മൗലവി, മൂസ മൗലവി. ഇവരൊക്കെ പറയുന്നു ഇങ്ങനെ. ചിലർ പറയുന്നുണ്ട് മുഅ്തസില വിഭാഗത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. അപ്പൊ സിഹ്ർ ഫലിക്കൂല എന്നത് നബിവചനങ്ങൾക്കും ഖുർആനിനും എതിരാകുന്നു എന്ന് പറഞ്ഞാൽ സിഹ്ർ ഫലിക്കും എന്ന് പറഞ്ഞാൽ അമാനി മൗലവി ഇപ്പോഴത്തെ നിർവചന പ്രകാരം മുശ്രിക്കായി പോയി. ഇന്ന ശിർക ലദുൽമുൻ അളീം. മനസ്സിലാക്കണം നിങ്ങൾ, അലവി മൗലവി മുശ്രിക്കായി പോയി. ശിർക്കിന് ഗൗരവമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഗൗരവം ഇല്ലാതാക്കുകയും കുട്ടികളുടെ കയ്യിലെ കളിപ്പാവ പോലെ ശിർക്കിനെ നിങ്ങൾ ലാഘവവൽക്കരിക്കും ചെയ്തതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് മുജാഹിദുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ആരാ മുശ്രിക്കാവ് അറിയോ? KM മൗലവിയും. ഇനി ആരാണ് മുവഹിദായിട്ടുണ്ടാവുക? ഞാൻ എൻ്റെ വൈകാരികത കൊണ്ട് അങ്ങനെ പറയുന്നത്, ഇവർ ശിർക്കിനെ ഇത്രയും ലാഘവവൽക്കരിച്ചതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ സമുദായം ഒന്നടങ്കലും മുശ്രിക്കായി പോകുമെന്ന് ഭയപ്പെട്ടിട്ടില്ല. മറിച്ച് അവിടുന്ന് ഭയപ്പെട്ടത് എന്താണെന്നറിയോ? ഇന്നമാ അതഖവ്വഫു, ഞാൻ ഭയപ്പെടുന്നത് റജുലൻ, ഒരു മനുഷ്യനെ. റജുലൻ, ഒരു മനുഷ്യനാണ്. എന്താണ് അവന്റെ പ്രശ്നം? ഖുർആൻ ഖുർആൻ ഓതുന്നുണ്ട്. ഹത്താ ഇദാ റുഇയ ബഹ്ജതുഹു, ആ ഖുർആന്റെ പ്രഭ അവന്റെ മുഖത്ത് പ്രകടമാകുമ്പോ അവൻ എന്ത് ചെയ്യുന്നു? അവന് എഴുത്തതലയില മാഷാ അല്ലാ. പിന്നീട് അവനെ പ്രകടമായി. അങ്ങനെ പിന്നെ അവൻ ഇങ്ങനെ തെറ്റിപ്പോയി. അവസാനം അവൻ ഖറജ അലാ ജാരിഹിൽ മുസ്ലിമി വറമാഹു ബിശ്ശിർക്ക്, തന്റെ മുസ്ലിം സഹോദരന്റെ മുഖത്ത് നോക്കി നീ മുശ്രിക്കാണെന്ന് പറയുന്നു. അതാണ് മുത്തുനബി പേടിച്ച ഏറ്റവും വലിയ ഗൗരവമുള്ള സംഗതി. മുജാഹിദ് പക്ഷത്തെ പ്രതിനിധീകരിച്ച ഇവിടെയുള്ള ആ മധ്യസ്ഥൻ പറഞ്ഞു ശിർക്ക് ഗൗരവമുള്ള സംഗതിയാണ്. അതുപോലെ ഗൗരവമുള്ള സംഗതിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മുജാഹിദുകൾ പറയുന്നു ശിർക്ക് ഗൗരവമുള്ള സംഗതിയാണ്, എന്നാൽ സുന്നികൾക്ക് പറയാനുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കലും ഗൗരവമുള്ള സംഗതിയാണ് എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറയുക എന്ന്. പക്ഷെ ആ ഗൗരവം അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. സഹോദര, നിങ്ങൾ ആരൊക്കെയാണ് മുശ്രിക്കാക്കുമെന്ന് അറിയുമോ? സ്വഹാബത്തിനെ, റസൂലിനെ, പിന്നീട് അങ്ങോട്ട് സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇവരൊക്കെയും സിഹ്റിന് യാഥാർത്ഥ്യമുള്ളവരാണെന്ന് പറഞ്ഞവരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇവരെയൊക്കെ മുശ്രിക്കുകളാക്കിയിട്ട് ഏത് സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്? അപ്പോ മരിച്ചവരല്ലേ വിഷയം? ആണ്. മരിച്ചവരോടുള്ള സഹായ തേട്ടം ശിർക്കായത് മരിച്ചുപോയവരായി എന്നതുകൊണ്ടല്ല,
മറിച്ച് അഭൗതികമായ നിലക്കുള്ള ഗുണം പ്രതീക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ്. അത് ശിർക്കാണ് എങ്കിൽ സിഹറിൽ വിശ്വസിക്കുന്നത് ശിർക്കാണ്, ബറക്കത്തിൽ വിശ്വസിക്കുന്നത് ശിർക്കാണ്, സംസം വെള്ളത്തിൽ വിശ്വസിക്കുന്നത് ശിർക്കാണ്. അതുപോലെ തന്നെ മരിച്ചവർ സഹായിക്കുമെന്ന് വിശ്വസിച്ചത് ശിർക്കാണ്, മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. മലക്കുകളോട് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയണമെന്ന് വിശ്വസിച്ചാൽ അവരും ശിർക്കാണ്. അറിയുമോ, ബഹുമാനപ്പെട്ട ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം നവവി തന്റെ അദ്കാറിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാനത് ചെയ്തിട്ടുണ്ട്, എന്റെ ഉസ്താദുമാർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്റെ ഉസ്താദുമാർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവരൊക്കെയും മുശ്രിക്കുകളാക്കിയിട്ട് നമുക്ക് ഇവിടേക്ക് പോകാനാണ്. ഇമാം ബൈഹഖി തന്റെ അൽ ആദാബി എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് മുജറബായ സംഗതിയാണെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ ചെയ്ത സംഗതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ നമുക്കറിയാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി താൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് തന്റെ മകൻ തന്റെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മസായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മുനാവി ഉദ്ധരിച്ചിട്ടുണ്ട്. മുജാഹിദുകളുടെ നേതാവായ ഈ വഹാബി പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട ഷൗക്കാനി എന്ന് പറയുന്ന പണ്ഡിതൻ തന്റെ തുഹ്ഫത്തുൽ സാക്കിരീൻ എന്ന കിതാബിലും ഈ പറയുന്ന സംഗതി അത് ശിർക്കല്ല, ഏത് ജിന്നിനോടും മലക്കിനോടും അവരുടെ കയ്യിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് തന്റെ തുഹ്ഫത്തുൽ സാക്കിരീനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ മുശ്രിക്ക്, പിന്നെ ആരാ സ്വർഗത്തേക്ക് ഉണ്ടാകുക? എന്റെ മുജാഹിദുകളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള മുജാഹിദുകളെ, ഇപ്പൊ തൗഹീദിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ ഘട്ടത്തിലെങ്കിലും കയ്യിൽ നെഞ്ചത്ത് കൈവച്ച് പാവങ്ങളായ മുസ്ലിമീങ്ങൾ അവർ മഖബറയിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന കാരണത്താൽ, അവർ ബുർദ ചെല്ലുന്നു എന്ന കാരണത്താൽ, അതുപോലെ തന്നെ അവര് മങ്കൂസ് മൗലിദ് ചെല്ലുന്നു എന്ന കാരണത്താൽ, കരഞ്ഞുകൊണ്ട് ഇഷ്കിന്റെ കണ്ണുനീരുകൾ അവരുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്നു എന്ന കാരണത്താൽ അവരൊക്കെ മുശ്രിക്ക് തെറി വിളിക്കുമ്പോൾ നമ്മൾ മുശ്രിക്കാക്കുന്നത് സ്വഹാബത്തിനെ ാണെന്ന, അതുപോലെ തന്നെ മഹാന്മാരായ ഇമാം ബുഖാരി അടക്കമുള്ള മുഹദ്ദിസുകളെയാണെന്ന, ഇമാം നബവി അടക്കമുള്ള ഫഖീഹുകളെയാണെന്ന, ഇമാം ഗസാലി അടക്കമുള്ള സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠരെയാണെന്ന, മുസ്ലിം ലോകത്തെ മൊത്തത്തിലാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, മുജാഹിദ് പക്ഷത്തു നിന്നും വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا والمشركون قد بغوا علينا وثبت الأقدام إن لاقينا وإن أرادوا فتنة أبينا. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനവും സമസ്തക്കാരും തമ്മിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി തർക്കത്തിലിരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും അതിന് പ്രമാണങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല ഇസ്തിഗാസ നടത്തുകയാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ചില പണ്ഡിതന്മാർ കുറേ കാലമായി പുലർത്തിപ്പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചക്കിടുവാനും ഈ വാദം എഴുതുവാനും ഉണ്ടായ കാരണം. വിഷയവും വാദവും മറന്നുകൊണ്ട്
ഏതെങ്കിലും വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഈ വിഷയാവതരണത്തിൽ പ്രത്യേകിച്ചും ഞാൻ മുതിരുന്നില്ല. ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം, പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം വിളിച്ചു തേടിയത്, പ്രാർത്ഥിച്ചത്, സഹായാർത്ഥന നടത്തിയത് പ്രപഞ്ചനാഥനായ പടച്ച റബ്ബിനോടാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആണയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന മരണപ്പെട്ട മറ്റൊരു പ്രവാചകനെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിളിച്ചു തേടിയതായി, സഹായാർത്ഥന നടത്തിയതായി ഒരു സംഭവം പോലും മറുപക്ഷത്തെ വിഷയാവതരണത്തിൽ കേൾക്കാൻ സാധിച്ചില്ല. മുജാഹിദ് പ്രസ്ഥാനവും സമസ്തക്കാരും തമ്മിൽ ഇതുവരെ നടന്നിരിക്കുന്ന ഒരു സംവാദത്തിലും കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെയും അത് സാധിക്കുമെന്ന പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. എന്നാൽ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ആളുകൾ നാടകം കളിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ ഈ സംവാദത്തിൻ്റെ ആമുഖ ഭാഷണം ഇവിടെ നിർവഹിക്കുകയാണ്. സൂചിപ്പിച്ചത്, വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരെ പേരെടുത്തു പറഞ്ഞു. അവരിൽ പലരുടെയും ജീവിതത്തിലെ നിർണായകമായ പല പ്രാർത്ഥനകളും ഖുർആൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രാർത്ഥന പോലും അല്ലാഹുവേ എന്നോ റബ്ബെ എന്നോ വിളിച്ചുകൊണ്ടല്ലാതെ മരിച്ചുപോയ ഒരു മഹാത്മാവിനോട്, മരിച്ചുപോയ ഒരു പ്രവാചകനോട് പ്രാർത്ഥിച്ചതായി, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്തിഗാസ് നടത്തിയതായി തെളിയിക്കുവാൻ ഇന്നോളം ഇവർക്ക് സാധിച്ചിട്ടില്ല, ഇപ്പോഴും സാധിക്കുന്നില്ല. മാത്രമല്ല, പടച്ച റബ്ബ് പറയുന്നത് അവനെ വിളിച്ചു പ്രാർത്ഥിക്കുവാനാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. നിങ്ങളുടെ റബ്ബ് ഇതാ പറയുന്നു, നിങ്ങൾ എന്നെ തന്നെയാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ഇബാദത്ത് നിർവഹിക്കുവാൻ വിമുഖത കാണിക്കുന്ന ആളുകൾ നിന്നിരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ എടുത്ത് പറയുന്നു. മാത്രമല്ല, അതോടൊപ്പം മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്തിഗാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഊഹും ഫലിയസ്തജീബു ലക്കും ഇൻ കുൻതും സ്വാദിഖീൻ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ തന്നെയാണ്, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. നിങ്ങൾ അവരെ വിളിച്ചു തേടൂ, എന്നിട്ട് അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നത്, അലഹും അർജുലുൻ യംശൂന ബിഹാ അം ലഹും ഐദിൻ യബ്തിശൂന ബിഹാ അം ലഹും അയുനുൻ യുബ്സിറുന ബിഹാ അം ലഹും ആദാനുൻ യസ്മഊന ബിഹാ. അവർക്ക് നടക്കാവുന്ന കാലുകളുണ്ടോ, പിടിക്കാവുന്ന കൈകളുണ്ടോ, കാണാവുന്ന കണ്ണുകളുണ്ടോ, കേൾക്കാവുന്ന കാതുകളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഖുർആൻ ആ വാദത്തെ തള്ളിക്കളയുകയാണ്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഉപകാരം തേടുകയും ഉപദ്രവം തടയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുക എന്നാണ് ഇവിടെ ദുആഇന്റെ അർത്ഥമെന്ന് തഫ്സീറുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഖുർആൻ വീണ്ടും പറയുന്നു, വല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ സൃഷ്ടികളാണ്, ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. മാത്രമല്ല, അംവാത്തുൻ ഗൈറു അഹ്യാ, അവർ മരണപ്പെട്ടവരാണ്, ജീവിച്ചിരിക്കുന്നവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയുകയില്ല എന്നും ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ ഈ വിഷയം കൃത്യമായി പറയുന്നു. തീർന്നില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. ഖുർആൻ എടുത്ത് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരെ വിളിച്ചു തേടിയാലും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരെ വിളിച്ചു തേടിയാലും അതവർ കേൾക്കില്ല. അഥവാ വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സമ്മതിച്ചാലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. പരലോകത്ത് വരുമ്പോൾ നിങ്ങൾ അവരോട് ചെയ്തിരിക്കുന്ന ഈ പ്രാർത്ഥന, ഈ ദുആ, അത് ശിർക്കാണ് എന്ന് പരിഗണിച്ചവർ തള്ളിക്കളയുമെന്ന് ഖുർആനാണ് പറയുന്നത്. ഇവിടെ ഇൻ തദ്ഊഹും എന്നിടത്ത് മുഫസ്സിർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, ഇൻ തസ്തഗീസു ബിഹിം ബിന്നവാഇബി ലാ യസ്മഊ ദുആക്കും. ദുരിതങ്ങളും വിപത്തുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയാൽ ആ ദുആ അവർ കേൾക്കില്ല. കേവലം ദുആ എന്നല്ല പറഞ്ഞത്, കേവലം പ്രാർത്ഥന എന്നല്ല പറഞ്ഞത്. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയാൽ, നിങ്ങൾ ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ നടത്തിയാൽ ആ ദുആ അവർ കേൾക്കില്ല, അവർ ഉത്തരം ചെയ്യില്ല എന്നാണ് ഇതിന് വ്യാഖ്യാനമായി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആൻ വീണ്ടും പറയുന്നു, വമൻ അദല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അന്ത്യദിനം വരെ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാതെ,
തങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ ഉത്തരം ചെയ്യാത്ത ആളുകളോട് വിളിച്ചു തേടുന്നവരെക്കാൾ ഏറ്റവും വഴിപടച്ചവർ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ഉത്തരമില്ലാത്ത സംഗതിയാണ് എന്നും അത് വഴികേടാണ് എന്നും അതാണ് ഏറ്റവും വലിയ വഴികേട് എന്നും വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. ഇവിടെയും ദുആന് കൊടുത്തിരിക്കുന്ന അർത്ഥം ഇസ്തിഗാസ എന്ന് തന്നെയാണ്. വമൻ ബിഹി ഇസ്തിഗാസതുഹും ഇൻദമാ നസല ബിഹിം, അവർ കറങ്ങുന്ന വിപത്തുകളിൽ അവർ അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നും ഇതിന്റെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകന്മാരുടെ ഒട്ടനേകം ഉദാഹരണങ്ങൾ എടുത്തു കൊടുക്കുകയും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ അഥവാ ഇസ്തിഗാസ ചെയ്താൽ അത് ഉത്തരമില്ലാത്ത വൃഥാ വ്യായാമമാണ് എന്നും അത് ശിർക്കാണ് എന്നും വിശുദ്ധ ഖുർആൻ ആണയിട്ട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ മറികടക്കുവാൻ ചില വാഗ്ധോരണികൾ കൊണ്ട്, ചില താൽക്കാലികമായ ഖണ്ഡക്ഷോഭങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരിഹരിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് മറുപക്ഷത്തുള്ള പണ്ഡിതന്മാർ എങ്കിൽ ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഇവിടെ വിഷയം എഴുതിയിട്ടുണ്ട്, ഇവിടെ വാദവും എഴുതിയിട്ടുണ്ട്. ഇവിടെ വിഷയവും വാദവും ഉണ്ടെന്നിരിക്കെ സുന്നികളും മുജാഹിദുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചർച്ച ചെയ്ത് പൂർത്തീകരിക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. മറിച്ച് ഇവിടെ എഴുതിയ വിഷയം, ഇവിടെ എഴുതിയ വാദം, ആ വാദത്തിലും വിഷയത്തിലും അടിയറച്ചതുകൊണ്ട് ഇവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രമാണങ്ങൾ, അതിൽ നിന്ന് വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുവാനാണ് മറുപക്ഷത്തുള്ള ആളുകൾ തയ്യാറാവേണ്ടത്. പ്രമാണമെഴുതി വിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം, പ്രമാണമെഴുതി സ്വഹീഹായ ഹദീസുകളാണ് രണ്ടാമത്തെ പ്രമാണം. ആ പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നത് അള്ളാഹു വിലക്കിയ പ്രാർത്ഥനയല്ല എന്ന് പറയാൻ, ശിർക്കല്ല എന്ന് പറയാൻ, അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടെന്ന് സ്ഥാപിക്കുവാനാണ് മറുപക്ഷം ശ്രമിക്കേണ്ടത്. പക്ഷേ അവർ അതിന് ശ്രമിക്കുന്നില്ല. മറിച്ച് മുജാഹിദുകൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, സുന്നികൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇവർ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഏതെല്ലാം പുസ്തകങ്ങൾ ആരെല്ലാം എഴുതിയിട്ടുണ്ട്, എവിടെയെല്ലാം എന്തെല്ലാം വാദഗതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം ചർവിത ചർവണം നടത്തുക എന്നല്ലാതെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരുവാൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രമിച്ചില്ല എന്നതാണ് മറുപക്ഷം ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുക എന്നത് നിങ്ങൾ പറയുന്ന ഇസ്തിഗാസക്ക് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയിരിക്കുന്ന മറ്റൊരു പ്രവാചകരോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവമെങ്കിലും ഉദ്ധരിക്കണം. അതാണ് പ്രമാണം. വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കണം, ഒരു തെളിവെങ്കിലും ഉദ്ധരിക്കണം. മാത്രമല്ല അത് ശിർക്കല്ലെന്ന് ആ നിലക്ക് സ്ഥാപിക്കുവാൻ സാധിക്കണം. അവർക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഖുർആൻ എടുത്ത് പറയുന്നു, ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബുന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈ. ഖുർആൻ എടുത്ത് പറയുന്നത് അല്ലാഹുവിനാകുന്നു യഥാർത്ഥ ദഅവത്ത്, യഥാർത്ഥ പ്രാർത്ഥന. അവനെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ യാതൊരു ഉത്തരവും നിങ്ങൾക്ക് ചെയ്യുകയില്ല എന്ന് ഖുർആൻ എടുത്ത് പറയുന്നു. എന്നാൽ ഇവരുടെ പണി എന്താ? ഇവർ മരിച്ചുപോയ മഹാത്മാക്കളെ യഥേഷ്ടം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് 1000 പ്രാവശ്യം മുഹ്യിദ്ദീൻ ശൈഖിനെ ആരെങ്കിലും വിളിച്ചാൽ, ഒറ്റക്കിരുന്നു കൊണ്ട് തേടിയാൽ, പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തോട് നടത്തിയിരിക്കുന്ന ദഅവത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹം വളരെ പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്നാണ് ഇവർ കുത്തുബിയത്തിലൂടെ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തെ കൊണ്ട് ചൊല്ലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വിഷയം. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയോട് വിളിച്ചു തേടുകയും പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന കൊണ്ട് ഉത്തരം കിട്ടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകൾ ആലോചിക്കുക. ലോകത്ത് ശിർക്ക് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അവരാരും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അതുപോലെ പ്രവാചകചര്യയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് സമർത്ഥിക്കാറില്ല, അതിനുവേണ്ടി ശ്രമിക്കാറില്ല. എന്നാൽ ഖുർആനും ഹദീസും തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ രേഖയുണ്ടാക്കുന്ന പണിപ്പുരയിലാണ് ഈ ആളുകൾ എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഖുർആൻ ഈ വിഷയത്തെ കൃത്യമായി തള്ളിക്കളഞ്ഞു. മാത്രമല്ല, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും വലിയ മുശ്രിക്കുകളായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ വരെ അവരും ഒരു പ്രയാസമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു കഷ്ടപ്പാടുണ്ടായാൽ, ഒരു ദുരിതമുണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ അവർ ആ സമയത്ത് പടച്ചറബിനെ ആയിരിക്കും വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫഇദാ റകിബു ഫിൽ ഫുൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവർ കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കപ്പലിന് അപകടം സംഭവിച്ചാൽ അവിടെ വെച്ച് ആത്മാർത്ഥമായി അബൂജഹലും ഉത്ബത്തും
ഷൈബത്തും അടക്കമുള്ള മക്കയിലെ കൊടിയ മുശ്രിക്കുകൾ ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് മാത്രം വിളിച്ചു തേടുമെന്ന് പ്രാർത്ഥിക്കുമെന്ന് ഖുർആനാണ് എടുത്തു പറഞ്ഞത്. അവിടുന്ന് രക്ഷപ്പെട്ടാൽ അവർ ശിർക്ക് ചെയ്യുമെന്നും കൂടെ പറഞ്ഞു. എന്നാൽ ഇവരോ അങ്ങനെയുള്ള പ്രതിസന്ധി വന്നാൽ ഈ പണ്ഡിതന്മാർ, ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ, അവർ അങ്ങനെ അപകടത്തിൽപ്പെട്ടാൽ, അവർ അങ്ങനെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ മുങ്ങിയാൽ, വിമാനത്തിന് അപകടമുണ്ടായാൽ, അവിടെ വെച്ച് പോലും അള്ളാഹുവിനെ വിളിച്ചു തേടുന്നതിന് പകരം ബദരീങ്ങളെ കാക്കണേ, മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, മമ്പറുന്തങ്ങളെ കാക്കണേ എന്നാണ് ഇവർ വിളിച്ചു പറയാറുള്ളത്, വിളിച്ചു പറയാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മക്ക മുശ്രിക്കുകൾ ചെയ്തിരുന്ന ശിർക്കിനേക്കാൾ വലിയ ശിർക്ക് പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ചെയ്യുന്നതിന് കരാറെടുത്തിരിക്കുന്ന ഈ പണ്ഡിതന്മാരാണ് ഈ സമുദായത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലിയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ കരുതിയിരിക്കണം, ആധിക പണ്ഡിതന്മാരും ആധിക പുരോഹിതന്മാരും ജനങ്ങളുടെ സമ്പത്ത് അവിഹിതമായി തിന്നുകയും എന്നിട്ട് അവരെ പടച്ചവന്റെ മാർഗ്ഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് ഖുർആനാണ് എടുത്തു പറഞ്ഞത്. ആ പണ്ഡിതന്മാരുടെ ഗണത്തിലേക്കാണ് ഇന്നിവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വിസ്മരിക്കാവതല്ല. മാത്രമല്ല ഖുർആൻ വീണ്ടും പറയുന്നു, വലാ തദൂ മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. നിങ്ങൾ ഒരിക്കലും ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത ആളുകളെ വിളിച്ചു തേടരുത്. ഇതിനെ മുഫസ്സിർ കൊടുക്കുന്ന വ്യാഖ്യാനം ലവിസ്തഗൽത ബിതലഫിൽ മൻഫഅതി വകശ്ഫിൽ മളറതി മിൻ ഗൈരില്ലാഹ് ഫഅൻത മിനൽ ളാലിമീൻ. അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുമ്പോൾ, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ദോഷം പ്രതീക്ഷിക്കുമ്പോൾ, അങ്ങനെ അതിനുവേണ്ടി വ്യാപൃതരാകുമ്പോൾ നിങ്ങൾ അക്രമികളാണ് എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിർ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലെ ദശക്കണക്കിന് ആയത്തുകൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുകയും ആ പ്രാർത്ഥനാ വാചകത്തിന് മുഫസ്സിറുകൾ ഇസ്തിഗാസ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥന ഇസ്തിഗാസ അല്ലാഹു അല്ലാത്തവർക്ക് നടത്തുമ്പോൾ ഖുർആൻ അതിനെ ശിർക്കാണെന്ന് പഠിപ്പിച്ചു. ആ ശിർക്കാണ് ആളുകളെ കൊണ്ട് ഇവർ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ പോലും അപ്പോഴും പടച്ചവനെ വിട്ട് പടപ്പുകളിലേക്ക് തിരിയുന്ന ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുവാൻ വേണ്ടി പ്രമാണങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഞാനതുകൊണ്ട് ആദ്യമേ സൂചിപ്പിച്ചത്, വിശുദ്ധ ഖുർആനിലെ പറയപ്പെട്ട 25 പ്രവാചകന്മാരിൽ ഒരൊറ്റ പ്രവാചകനും മരിച്ചുപോയ ഏതെങ്കിലും ഒരു മഹാനോട് ഒരു ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉദ്ധരിക്കുവാൻ ഈ കാലം അത്രയുമായി, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ യാഥാസ്ഥിക പണ്ഡിതന്മാർക്ക് ഒരിക്കൽ പോലും ഒരു ഒറ്റ സംഭവം ആ വിഷയത്തിൽ ഉദ്ധരിക്കുവാൻ സാധിച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ കഴിഞ്ഞു പോയപ്പോ ആ പ്രതിസന്ധികളിൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ വലൻ തുഅബദ ഫിൽ അർള് എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അതിനെ പരിചയപ്പെടുത്തിയത് ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ അല്ലാഹുവോട് നടത്തിയിരിക്കുന്ന ഇസ്തിഗാസ അത് ശ്രദ്ധേയമാണ്, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്തു മലക്കുകൾ വഴി എന്നാണ് അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും സൂചിപ്പിച്ച സംഗതി എന്താ? പ്രവാചക തിരുമേനി ബദറിന്റെ രണാങ്കണത്തിൽ സത്യവും അസത്യവും ഏറ്റുമുട്ടുമ്പോ അവിടെ വിജയിക്കുവാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അതാണ് ഇസ്തിഗാസ എന്ന് ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. എന്നാൽ അതേ പ്രവാചക തിരുമേനിയും സ്വഹാബത്തും തൊട്ടടുത്ത വർഷം ഉഹുദിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. യുദ്ധത്തിന് വേണ്ടി തന്നെയാണ്. ആ യുദ്ധമുഖത്ത് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായി. എന്നാൽ പ്രവാചകരോ സ്വഹാബത്തോ തൊട്ട് മുമ്പത്തെ വർഷത്തെ ബദർ യുദ്ധത്തിൽ വെച്ച് ഷഹീദായിരിക്കുന്ന ഏതെങ്കിലും ഒരു ബദർ ശുഹദാവിനോട് പ്രാർത്ഥിച്ചില്ല, തേടിയില്ല, ഇസ്തിഗാസ നടത്തിയില്ല. ഒരു സംഭവം പോലും ഉദ്ധരിക്കുവാൻ മറുപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല ഇലാ യൗമിൽ ഖിയാമ. അതാണ് വസ്തുത. ആലോചിക്കുക, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ മരിച്ചുപോയ ഒരു മഹാനോട് തേടേണ്ടി വന്നിരുന്നുവെങ്കിൽ തേടാമായിരുന്ന ഏറ്റവും വലിയ സന്ദർഭമായിരുന്നില്ലേ ഉഹുദിലെ പരീക്ഷണങ്ങൾ? പ്രവാചകർക്ക് പോലും മുറിവേറ്റ, ഹംസ റളിയല്ലാഹുവിനെ പോലെയുള്ള പ്രമുഖരായ സ്വഹാബികൾ കൊല്ലപ്പെട്ട, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടിരിക്കുന്ന ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ഒരൊറ്റ സ്വഹാബിയും തൊട്ട് മുമ്പത്തെ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ഷഹീദായ ശുഹദാക്കളോട്, 14 ശുഹദാക്കളില്ലേ, അതിൽ ഒരു ഷഹീദിനോടെങ്കിലും ഒരു ഇസ്തിഗാസ പ്രവാചകരോ സ്വഹാബത്തോ നടത്തിയ ഒരു സംഭവം എവിടെയും ഉദ്ധരിക്കാനില്ല. എന്നിട്ടാണ് ഇവർ ബദരീങ്ങളെ കാക്കണേ എന്നത് ഖുർആന് വിരുദ്ധമല്ല, ഖുർആൻ
പാടില്ലെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല, അതുപോലെ ശിർക്കല്ല, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ് എന്ന് സമർത്ഥിക്കുവാൻ വൃഥാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചക ജീവിതത്തിൽ അങ്ങനെയില്ല. സ്വഹാബത്തിന്റെ കാലത്തോ നമുക്കറിയാം, മഹാന്മാരായ ഖലീഫമാർ അവരുടെ ഭരണകാലത്തുണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളും വന്നപ്പോ ഒരിക്കൽ പോലും പ്രവാചക തിരുമേനിയുടെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് ആ പ്രവാചകരെ വിളിച്ചു തേടിയ ഒരു സംഭവം ഉദ്ധരിക്കുവാൻ ആർക്കും സാധ്യമല്ല. എങ്കിൽ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആന്റെ പിൻബലമില്ലാത്ത, പ്രവാചക ചര്യയുടെ പിൻബലമില്ലാത്ത, ഖുലഫാഉർ റാഷിദുകൾ അറിഞ്ഞിട്ടില്ലാത്ത, അവർക്ക് പരിചയമില്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുക എന്ന ഈ കാര്യം ജനങ്ങൾ രക്ഷപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല, ഇസ്തിഗാസ നടത്തുകയാണ് എന്ന് തൽക്കാലം പറയുമ്പോഴും അതിനുവേണ്ടി വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴും അടിവരിട്ടാലോചിക്കുക. ലോകത്ത് കടന്നുപോയ ഒരൊറ്റ പ്രവാചകരും മരിച്ചുപോയ ഒരു മഹാനെയും വിളിച്ചു തേടിയിട്ടില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല. പ്രവാചക തിരുമേനി ബദർ ശുഹദാക്കളോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ല, വിളിച്ചു തേടിയിട്ടില്ല. സ്വഹാബത്ത് മരിച്ചുപോയ പ്രവാചകരോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ല, തേടിയിട്ടില്ല. മാത്രമല്ല, നമ്മുടെ പ്രമാണം ഖുർആൻ ഒന്ന്, രണ്ടാമത്തെ പ്രവാചക ചര്യ, ഇവ രണ്ടിൽ നിന്നും എടുത്തുദ്ധരിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് തേടുവാൻ, ഇസ്തിഗാസ നടത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദുആ ചെയ്യുവാൻ രേഖയുണ്ടെങ്കിൽ അതാ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിന്റെ മർമ്മം അതാണ്. മർമ്മം വിട്ടു പോകാൻ എന്തായിരുന്നാലും മുജാഹിദ് പക്ഷം തയ്യാറാകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഈ വിഷയം ഇവിടെ സമർപ്പിക്കുകയാണ്. കാര്യങ്ങൾ ചിന്തിക്കുക, പഠിക്കുക, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين ومن اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. ബഹുമാന്യരായ അധ്യക്ഷന്മാരെ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, വിശിഷ്യ സുന്നി പണ്ഡിതന്മാരെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരന്മാരുള്ളൂ, ഇത്ര മതി. ഇപ്പൊ ഇവിടെ നമ്മളെ ഫൈസൽ ഹസന് വിഷയം അവതരിപ്പിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മൂപ്പർക്ക് ഇപ്പോ വേറെ പുറത്തുനിന്ന് എന്തൊക്കെ പ്രചോദനമാകുന്നുണ്ട്. മരിച്ചോലൊക്കെ വിട്ടു. ഇപ്പൊ ജിന്നിന്റെയും ശൈത്താന്റെയും മലക്കിന്റെയും പുറകെ കൂടി എന്തോ നേട്ടം കണ്ടിട്ടുണ്ട്, എന്തോ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മരിച്ചോലില്ല. പക്ഷെ ഓതി ആയത്തെന്താ? ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകന് ഉപദേശിക്കുന്ന ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം എന്ന് ചൊല്ലിയിട്ട് നേരെ പോയത് എവിടേക്കാ? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. പരിശുദ്ധ ഖുർആൻ ഓതുക, അല്ലാഹ് പറഞ്ഞ നേരെ എതിര് ചെയ്യുക. കണ്ടോ? നോട്ടോ, കഴിഞ്ഞില്ല. അതിന്റെ ബാക്കി എന്തേ ഓതിയിരുന്നത്? മുജീറഇർലി വഖുദ് ബിയദി മദാമുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി. അത് കഴിഞ്ഞിട്ട് വഉദ്ദനി മിൻ മുരീദി നഹ്ജികൽ അഖ്വം. അങ്ങ് എന്നെ താങ്കളുടെ മുരീദന്മാരിൽ പെടുത്തണമേ. ഒമിൻ അബീദിക അബ്ദൻ തായൻ അദ്വം. അങ്ങയുടെ അടിമയുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണമേ. എന്താ അവിടെ എത്തിയപ്പോ ഫൈസൽ ഹസനിക്ക് എന്താ ഒരു വിഷമം? പറഞ്ഞോളി, എന്നെ അങ്ങയുടെ അടിമയാക്കണേ മൊയ്തീൻ ശൈഖേ. സുബ്ഹാന ജല്ല ജലാലു. പറ്റിയ അബദ്ധം കണ്ടോ? ഖുർആൻ നിഷേധിച്ച് ആരുണ്ടാക്കിയതാ? സദഖത്തുല്ലാഹിൽ ഖാഹിരി. ഈ സദഖത്തുല്ലാഹിൽ ഖാരിയെ സംബന്ധിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ എഴുതിയത് എന്താ? ഏതോ ഒരു കുതിരപ്പട്ടാണി. ഞാൻ പറഞ്ഞല്ലാതാ. നിങ്ങളെ ആൾക്കാര് EK അബൂബക്കർ മുസ്ലിയാരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പതിയോട് വാദപ്രതിവാദം നടത്തിയപ്പോൾ EK പറഞ്ഞു പോലും ഏതെങ്കിലും കുതിരപ്പട്ടാണികൾ വല്ലതും എവിടെയെങ്കിലും എഴുതി വെച്ചത് സ്വീകാര്യമല്ല എന്നായിരുന്നു EKയുടെ മറുപടി. സദഖത്തുല്ലാഹിൽ ഖായിരിയെയാണോ താങ്കൾ കുതിരപ്പട്ടാണിയാക്കുന്നത് എന്ന് പതി വീണ്ടും ചോദിച്ചപ്പോൾ അതുപോലെ എത്ര കുതിരപ്പട്ടാണികളുണ്ട്? ഈക്ക പറഞ്ഞ ആ കുതിരപ്പട്ടാണിന്റെ ബെയ്ത്താ ചെല്ലിയത് എഴുതി വിട്ടിട്ട് അള്ളാന്റെ ഖുർആൻ തോട്ടുകാണ് വലിച്ചെറിയ. എന്നിട്ട് കുതിരപ്പട്ടാണിന്റെ യാ സയ്യിദീന്നും വിളിച്ചു നടക്ക. അയ്യേ, മോശം മോശം മോശം. ചുരുക്കി പറയുകയാണെങ്കിൽ ഇനി പറഞ്ഞുതരാം. ഫൈസലിന് ഇപ്പൊ തിരിഞ്ഞ് ഫൈസൽ
അഹ്സനിക്ക് ഇപ്പൊ മനസ്സിലാവും. ഫൈസൽ അഹ്സൻ ഇരിക്കുന്നത് എവിടെ ഇരിക്കണത്? ഫറോക്ക് അടുത്ത് കോടമ്പുഴ എന്ന സ്ഥലം. നിങ്ങൾ വിളിച്ചത് ഇപ്പൊ ആരെയാണ്? എന്റെ സയ്യിദി സനദി എന്റെ കയ്യ് പിടിച്ചേണേന്ന് പറഞ്ഞ് തേടിയപ്പോ ആരോടാ? ഏകദേശം ഒരു 100 കൊല്ലം മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട്. എന്ന് വെച്ചാൽ താങ്കളുടെ 8 തലമുറ, ചുരുങ്ങിയത് 8-10 തലമുറ അന്ന് ജനിച്ചിട്ടില്ല ഈ ലോകത്ത്, അല്ലേ? ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടായത്? ഇതാ ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ്. വേഗം മനസ്സിലാക്കി. ഇന്ത്യ ഒരുപാട് ഭൂഖണ്ഡങ്ങളിൽപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ്, ഉപഭൂഖണ്ഡമാണ് ഇന്ത്യ. അല്ല, ഏഷ്യൻ വൻകര, അതിൽപ്പെട്ടൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ നല്ലോ കേട്ടോ, ചിരിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, വിടൂല. ഞങ്ങളവിടെ സൈക്കിള് 3 വീണ ആൾക്കാരും ചിരിക്കല സാധാരണ. എന്നിട്ട് മറവില് പോയിട്ട് വല്ല തുപ്പല പരട്ടി ഉയ്യോക്കും. എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ വിദ്യാക്കിയതാ. ആ കൂട്ടത്തിൽ നിങ്ങൾ ആവരുത്, ഞങ്ങൾക്കും തന്നെ ഒരു മോശമൊക്കെ ഉണ്ട് കേട്ടോ, അതിലേ പറയരുത്. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പോ ഇന്ത്യ രാജ്യത്ത് കുറെ സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിൽ പെട്ട കേരള സ്റ്റേറ്റ്, കേരളത്തിൽ ഒരുപാട് ജില്ലകളുണ്ട്. ആ ജില്ലയിൽപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഈ ഫറോക്ക് പ്രദേശത്ത് നിന്നാ ഇന്നപ്പോ ഫൈസൽ ഹസനി വിളിക്കുന്നുണ്ട്. അവര് തൗഹീദിന്റെ വക്താക്കളുമായി സംവാദത്തിന്റെ വക്കിലിരുന്ന് ഇടങ്ങേറാകുന്നുണ്ട്. ഇപ്പൊ ഞാൻ കയ്യ് പിടിക്കും. ഏതു ഭാഷയിലാ പറഞ്ഞത്? മലയാളത്തില്. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഭാഷ എന്തായിരുന്നു? അറബി. ഇപ്പൊ ഫൈസൽ അഹ്സനി മനസ്സിലാക്കുന്നു, ഈ ഇന്ത്യ രാജ്യത്തുള്ള ഫറോക്കിൽ വെച്ച് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ ഏതു ഭാഷയിൽ ഞാൻ വിളിച്ചാലും അദ്ദേഹം എന്നെ അറിയുകയും കേൾക്കുകയും എന്റെ കൈ പിടിച്ച് സഹായിക്കുമെന്ന് വിശ്വസിച്ചില്ലേ? ആ വിശ്വാസമാണ് തെറ്റ്. അത് മനസ്സിലാക്കിക്കൊള്ളിക്കട്ടോ. എന്നിട്ട് ഈ കുതിരപ്പട്ടാണി വിശേഷിപ്പിക്കപ്പെട്ട ഇതിനെന്തൊക്കെ കണ്ടോ? അദ്ദഖീറത്തുസ് സഫിയ്യ ബിശറഹിൽ ഖസീദത്തുൽ ഖുതുബിയ്യ ലിൽ ഫഖീർ അബി മുഹമ്മദ് ഖാദിർ വൈലത്തൂരിന്റെ വക വേറൊരു വ്യാഖ്യാനം. വേറൊന്ന് ഖുതുബിയ്യത്തിന് അബ്ദുസ്സമദ് ഫൈസിന്റെ വേറെ വക. എന്ത് കൊണ്ടുവന്നാലും പരിശുദ്ധ ഖുർആനോട് മത്സരിക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്നാൽ അതിനൊരു പ്രസക്തി ഇല്ലാതെ ആകുകയാണ്, അല്ലേ? പിന്നെ പറഞ്ഞു ഇന്നമാ വലിയുക്കുമുല്ലാഹു കേട്ടാണ് വരിങ്ങൾ. അപ്പൊ കാണിച്ചു തരാം. എന്റെ സാധു, ചുരുങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 10ഓളം സ്ഥലത്ത് പറഞ്ഞ അല്ലാഹ് മാത്രം നിങ്ങളെ സഹായി. കണ്ടോ? നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വൽ മുഅ്മിനൂന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ, അല്ലേ? എന്നാ അല്ലാഹ് പറഞ്ഞു കേട്ടോ, മാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാനെ കൂടാതെ നിങ്ങൾക്ക് ഒരു വലിയുമില്ല, ഒരു സഹായില്ല. എവിടൊക്കെ പറഞ്ഞു? സൂറത്ത് ബഖറ 107 പഠിച്ച എഴുതിച്ചോളി. അത് മാത്രം ഇന്നമാ വലിയുക്കുമേ കൂടണ്ട, അത് പറയും. അപ്പൊ പറഞ്ഞതിന്റെ ബാക്കി സൂറത്ത് ബഖറ 107, തൗബ 120, 74-ാമത്തെ ആയത്ത്, 116 തൗബയില്, റായത് 37, കഹ്ഫ് 26, അൻകബൂത്ത് 22, സജദ 4, സൂറ 8, സൂറ 31, 44. കേട്ടോ? ടോട്ടല് 11 സ്ഥലത്ത് അള്ളവിടെ പറഞ്ഞു മാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാനെ കൂടാതെ സഹായില്ല എന്ന് പറഞ്ഞു. എന്താ ഈ 11 ആയത്ത് എന്തുകൊണ്ട് നിങ്ങൾ വലിച്ചെറിയുന്നു? നിങ്ങൾ ഖുർആൻ നിഷേധികളാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ. എന്റെ വലിയ അള്ളയാണ്, അത് പ്രഖ്യാപിക്കാനാ പറഞ്ഞത്. അതിന് നിങ്ങൾ ഈമാനികമായി, വിശ്വാസപരമായി, ആദർശപരമായി എന്നാ നിങ്ങൾ ഉയരുക? പടച്ചോനെ, എന്റെ വലിയ നാഥ നീ മാത്രമാണ്. അത് വിട്ടിട്ട് നേരെ നിസ്കരിക്കുന്ന ആളിന്റെ വലിയ ആരാ നിസ്കരിക്കുന്ന ആള്? നാട്ടിലെ മഴമാക്കുണ്ടാവും, അദ്രാമട്ടിയാക്കുണ്ടാവും, ഔലാക്കുണ്ടാവും, ഇവരൊക്കെ എന്റെ വലിയങ്ങളാന്ന് പറഞ്ഞ് ഈ മരിച്ചവരോടുള്ള ഈ തേട്ടം, മരിച്ചവരുമായി ബന്ധപ്പെട്ട ഈ അവസ്ഥ പരിശുദ്ധ ഖുർആൻ അതിശക്തമായി നിരോധിച്ച കാര്യം, അത് എവിടെ നിന്നാണോ നിങ്ങൾ ഒഴിവാക്കി വരുന്നത് അന്നേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. പിന്നെ സംസം വെള്ളം കുടിച്ചാൽ ശിർക്കാന്ന് ആരാ സാധു അങ്ങനെ പറഞ്ഞ്? വെറുതെ വാദപ്രതിവാദം എങ്ങനെ രക്ഷപ്പെടുന്ന കള്ളത്തരം പറയില്ല. എവിടെയാണ് അങ്ങനെ പറഞ്ഞത്? സംസം വെള്ളത്തിൽ അതിനെ സംബന്ധിച്ചാൽ കുടിച്ചാൽ അത് ശിർക്കാന്ന് ആരാ പറഞ്ഞത്? എവിടെ പറഞ്ഞത്?
ഈ ആൾക്കാർ ഇറ്റങ്ങൾക്ക് ഒന്നും തിരിയില്ല, അയിറ്റങ്ങളൊക്കെ അല്ലാഹു അക്ബർ തെക്ബീർ എല്ലികളൊന്നും വിശ്വസിച്ച് അവനവന്റെ കൂടെ ഉള്ള ആൾക്കാരെ പരിഹസിക്കരുത് പ്ലീസ്. ഞങ്ങൾക്ക് കാര്യം വേഗം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എവിടെ ഇങ്ങനെ പറഞ്ഞത്? അപ്പോ ഇതുപോലെ ഇനി പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പിടുത്തം മലക്കും ജിന്നുമാണ്. മലക്കും ജിന്ന അത് ബാക്കി നിങ്ങൾക്ക് കിട്ടും, ബാക്കി കിട്ടും. നിങ്ങൾ വളച്ചൊടിച്ചതും തെറ്റിദ്ധരിപ്പിച്ചതും ദുർവ്യാഖ്യാനിച്ചതും എല്ലാറ്റിനും കിട്ടും. ഒരു കാര്യം ആദ്യം പറഞ്ഞുതരാം. കാരണം എന്താണോ, ഈ കുതുബിയത്തിന്റെ തലക്ക് തന്നെ ജിന്നയാൾക്ക് കൊടുത്തുകാണ്ട് അവർ തുടങ്ങലല്ലേ. ജിന്നയാൾക്ക് കൊടുത്തുകാണ്ട് അൽ മുവക്കലീന ബി ആലമയിൽ ഇൻസി വൽ ജിന്നിത ദീ പറയുന്നുണ്ട്. ഒരുപാട് ഇടങ്ങേറ് പിടിച്ച പേരുള്ള കുറെ ജിന്ന് വായിക്കാൻ നേരല്ല. എന്നിട്ടോ അവർക്ക് അൽ ഫാത്തിഹ അൽ മുവക്കലീന ബി ആലമയിൽ ഇൻസി വൽ ജിന്നി കുതുബിയത്ത് അല്ലാഹു തആല ഈ രണ്ട് ലോകം നോക്കാൻ കുറേശ്ശെ തൽക്കൂശിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് എവിടെ പറഞ്ഞത്? അങ്ങനെ കുറെ ജിന്നുകളെ ലോകം അൽ മുവക്കലീന ബി ആലമയിൽ ഇൻസി വൽ ജിൻ, ജിന്നുകളുടെയും മനുഷ്യന്മാരുടെയും ലോകം നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട കൂശ് എവിടെ സാധുക്കളെ അങ്ങനെ പറഞ്ഞു? ഒരു ആയത്തിലോ ഒരു ഹദീസിലോ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുപോലെ കേവലം കുതിരപ്പട്ടാണികൾ ഉണ്ടാക്കിയ ഈ കള്ളവാറോല പിടിച്ചു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെയും അള്ളാഹുവിന്റെ റസൂലിന്റെ സർവ്വ അമ്പിയാക്കളുടെയും സ്വഹാബത്തിന്റെയും മാർഗം വലിച്ചെറിഞ്ഞുകൊണ്ട് ബിദ്അത്തിന്റെ വലാലത്തിന്റെ ഷിർക്കിന്റെ ആ പാതയിലാണ് ഇപ്പോഴും നിങ്ങൾ സഞ്ചരിക്കുന്നത്. അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇനി സുന്നിപക്ഷം ഫൈസൽ ഹസനി തന്നെ സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ എന്താ സംഭവിച്ചത് അറിയാം? ലത്തീഫ് മൗലവിന്റെ ഒരു പ്രസംഗത്തിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് സംഭവിച്ചു വെച്ചാൽ മല എലിയെ പെറ്റു. എന്തിനു പറ്റും സഹോദരന്മാരെ? 10 മിനിറ്റ് ഗണ്ണിക്കാൻ വേണ്ടി സമയം തന്നിട്ട് എൻ്റെ പ്രസംഗത്തിൽ ആമുഖത്തിൽ ചൊല്ലിയ ഒരു വരിയെ പറ്റി പറഞ്ഞ് ഈ മലപ്പുറം ജില്ല എവിടെയാണ്, അതാണ് ഇതൊക്കെ. ഇത്രയും ദയനീയമായി പോയോ നിങ്ങളുടെ അവസ്ഥ? എൻ്റെ ലത്തീഫ് മൗലവി പ്രസംഗിച്ച കാര്യങ്ങൾ ഞാൻ ആദ്യം വളരെ ഹ്രസ്വമായി ഒന്ന് പറയാം. അതാണല്ലോ, അതിനു വേണ്ടിയാണല്ലോ എനിക്ക് സമയം തന്നിട്ടുള്ളത്. മറ്റേത് അടുത്ത സമയത്ത് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു കാര്യം, അമ്പിയാക്കന്മാര് ആരും തന്നെ മരിച്ചു പോയവരോട് വിളിച്ചു തേടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. പച്ച സാധു. ഇത് ഈ ശബാബ് മലയാളത്തിലല്ലേ, ഇതൊന്ന് വായിച്ചു നോക്കൂടെ? ഇത് ആരതാ അറിയോ? ഇത് സലാം സുല്ലമി എഴുതിയ തങ്ങളുടെ ഔദ്യോഗിക താത്വിക ആചാര്യൻ. അദ്ദേഹം പറയുന്നു, നബിയുടെയും സ്വഹാബിമാരുടെയും മാതൃക ഇല്ല എന്ന ഒറ്റ കാരണത്താൽ സഹായത്തേട്ടം നിഷിദ്ധമോ ശിർക്കോ കുഫറോ ആവുകയില്ല. മനസ്സിലായോ? നബിയുടെയും സഹാബിമാരുടെയും മാതൃകയില്ല എന്ന കാരണത്താൽ സഹായത്തേട്ടം ശിർക്കോ കുഫറോ ആവുകയില്ല. കഴിഞ്ഞില്ലേ കഥ? ഇതുവരെ അരമണിക്കൂർ 20 മിനിറ്റ് വിഷയം അവതരിപ്പിച്ച് ഫുള്ള് ആപ്പിലായി. ആകെ അയാൾ പറഞ്ഞത് ഫുള്ളാ. ഇനി ശിർക്കാവില്ല എന്ന് മാത്രല്ല, ചിലപ്പോൾ മാതൃകയില്ലാത്ത സഹായതേട്ടം പുണ്യകർമ്മമായി തീരുന്നതാണ്. സലാം സുല്ലമിക്ക് പോയിട്ട് വിഷയം അവതരിപ്പിച്ചു കൊടുക്കുക ആദ്യം. ഒന്ന് അതേ പറയാനുള്ളൂ. രണ്ടാമതായി പിന്നെ ഇദ്ദേഹം ഇവിടെ ഓതിയ ആയത്ത്, ഒരു 13 ആയത്ത് അദ്ദേഹം ഓതി. എന്തിനാ 13 ചുരുക്കി? ഇതൊക്കെ ഓതിക്കൂടെ? ഖുർആനിൽ എത്ര 114 ആയത്തില്ലേ, 114 സൂറത്തില്ലേ? ഞാൻ അപ്പൊ തന്നെ തിരുത്തിക്കണം. നോക്കൂ, ഇത്രയും കൂടുതൽ എന്ത് ഇതൊക്കെ ഓതിക്കൂടായിരുന്നു ആയത്ത്? എന്തേ ഓതിയില്ല? നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞ ആയത്തിലൊന്നും വിഷയത്തിനെ പറ്റിയ ഒരു കാര്യമില്ല. ഈ പറഞ്ഞ കാര്യത്തിലൊന്നും തന്നെ നമ്മുടെ വിഷയം എന്താ? അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്ന ദുആ ശിർക്കാകുന്നത് എപ്പോഴാണ് എന്നതാണ്. മനസ്സിലായില്ല? അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്ന ദുആ ശിർക്കാവണമെങ്കിൽ അഭൗതികമായ നിലക്കുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്ക് ഗുണം പ്രതീക്ഷിച്ചാലാണ് ശിർക്കാവുക എന്ന് നിങ്ങൾ എല്ലാ പുരോഹിതന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. അത് അവരോട് പറഞ്ഞുകൂടായിരുന്നു? അങ്ങനല്ല, ഇങ്ങനെയാണ്, ഞങ്ങളിപ്പോ പഠിച്ചതാണ് ശരിയെന്ന് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ.
ഇത് സത്യത്തിൽ നിന്ന് വിട്ടാൽ ആകാശത്ത് നിന്ന് വീണ പോലെ ഉണ്ടാവും. എവിടെ ഒരു ഒത്തും പിടിയും കിട്ടൂല സഹോദര. നിങ്ങൾ ഓതിയ ആയത്തൊക്കെ അല്ലല്ലാത്തവരോട് ദ്വാ ചെയ്യരുതെന്നാണ്. ആർക്കാണ് അതിൽ തർക്കമുള്ളത്? ഞങ്ങൾ ചെയ്യുന്നത് ദുആ ആണ് എന്ന് തെളിയിക്കുന്ന ഒരായത്തിന്റെ കഷ്ണങ്ങൾ ഓതിയോ? ഞങ്ങൾ ചെയ്യുന്നത് ദുആ അല്ല എന്നുള്ളതിന് ഞാൻ ആയത്ത് ഓതിയില്ലേ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലു, അത് ആയത്തല്ലേ? അത് ഖുർആനിലുള്ളതല്ലേ? വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ലേ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഖുർആനിൽ 11 സ്ഥലത്ത് അള്ളാഹ് മാത്രമാണ് വലിയ എന്ന് പറഞ്ഞു. പച്ച സാധുവോ? അപ്പൊ അള്ളാഹ് വൈരുദ്ധ്യം പറയുന്ന ആളാ? അള്ളാഹ് ഒരു സ്ഥലത്തറിയേ നിങ്ങളുടെ സഹായി അള്ളാഹുവാണ്, റസൂലുമാണ്, പിന്നെ മുഅ്മിനീങ്ങളുമാണ്. വേറെ സ്ഥലത്തല്ലേ അള്ളാഹ് മാത്രമാണ് കേട്ടോ സഹായി. എന്താ അള്ളാഹ്ക്ക് വിവരല്ലേ? ഇവര് നിങ്ങളെ പോലെ സലാം സുല്ലമി ഒന്ന് പറയാ, ചെറിയമ്മണ്ണ മറ്റൊന്ന് പറയാ, CP ഒന്ന് പറയാ, മൊയ്തീൻ സുല്ലമി വേറൊന്ന് പറയാ. ഇങ്ങനെയാണോ ഇസ്ലാമിന്റെ തൗഹീദ്? ലൗക ഇത് അല്ലാത്തതെന്നാണെങ്കിലേ ഇഖ്തിലാഫ് ഉണ്ടാവുള്ളൂ. അള്ളാന്റെ അടുത്ത് ഇഖ്തിലാഫ് ഉണ്ടാവൂല. അല്ല അല്ലാത്തവരെടുക്കുന്നാണെങ്കിൽ ഇത് അള്ളാന്റെ കലാമാ, അതിൽ ഇഖ്തിലാഫ് ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ല വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥമുണ്ട്. ഇമാം റാസി പറഞ്ഞു, നിങ്ങളുടെ ഹാഫിളുക്കും, നിങ്ങളുടെ സഹായിയാണ്, നിങ്ങളുടെ സംരക്ഷകരാണ്. എങ്ങനെ മൊയ്തീൻ ശൈഖ് കേൾക്കാന്നല്ലേ? വല്ലദീനാമനു മുഅ്മിനീങ്ങൾ സഹായിയാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഖണ്ഡനത്തിന് ചാൻസ് വരുമ്പോ ഇതിൽ പറയട്ടെ. ഈ സാധു പറഞ്ഞ മറ്റു കാര്യങ്ങൾ പറയാം. ഇദ്ദേഹം ഒരു സ്ഥലത്ത് കട്ടു, വേറെ സ്ഥലത്ത് കൂട്ടി. ഇതാണ് വഹാബിസം എന്ന് പറഞ്ഞാല്. വഹാബിസം എന്ന് പറഞ്ഞാൽ കക്കലും കൂട്ടലുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ദുആ എന്താണെന്ന് തെളിയിക്കാതെ നിങ്ങൾ എത്ര ദുആ ഉള്ള ആയത്തോതിരി യാതൊരു കാര്യമില്ല. ലാ തദൂ മഅല്ലാഹി അഹദ, നിങ്ങളെക്കാൾ കൂടുതൽ ഉറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് ഓതിത്തരണം. നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ ചെയ്യുന്ന ദുആ അത് നിങ്ങൾ ഈ പറഞ്ഞ അഭൗതികം എന്ന് പറഞ്ഞ അതാണ് ശിർക്ക് എന്ന് തെളിയിക്കണം മക്കളെ ആദ്യം. എന്നിട്ട് ഓതിക്കോ, 14 25 ആയത്ത് ഓതിക്കോ. ഇത് ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാർ, നിങ്ങളെ പോലെയുള്ള കൈയൊട്ടുന്ന മക്കാ മുശ്രിക്കുകളാണ്, കൈയൊട്ടുന്ന സംസ്കാരമുള്ളവർ എന്ന് പിന്നെ ഖുർആന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനത്തെ സംസ്കാരമായിട്ട് മുശ്രിക്കുകളൊപ്പാണ് കൂടിക്കോ. പക്ഷേ ഞാൻ പറയുന്നു, ഞങ്ങളെ വാദം തെളിയിക്കുന്ന ഒരേ ഒരു ഖണ്ഡിക, ഒരു ഉദ്ധരണി, ഒരായത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷമാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതൊന്നും തെളിവാവില്ല. നിങ്ങൾ നോക്കൂ, ഇദ്ദേഹം കട്ടത് നോക്കൂ. ഇദ്ദേഹം ദുആയിനെ വിശദീകരിച്ചു, നമ്മളെ ദുആയിൽ പെട്ടതാന്ന് പറയാൻ വേണ്ടിയിട്ട്. മൗലവി ലത്തീഫ് മൗലവി അതിന്റെ ശേഷം ഒന്നും കൂടി ഉണ്ട്. കട്ടുവച്ചല്ലേ വായിച്ചത്? അവരുടെ ഭാഗത്ത് നിന്നുള്ള സഹായം, അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള സഹായമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇവരുടെ സഹായാണോ? അള്ളാഹുവിന്റെ സഹായം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ. നിങ്ങൾ എന്താ വിചാരിച്ച്? കട്ട് വായിക്കുക, പിന്നെ കൂട്ടുക. എന്താ ഓതിയ ഒരായത്തെന്തോ ഇൻതദുഉഹും എന്ന് പറഞ്ഞാ എന്താ? ഇൻതസ്തഗീസു, നിങ്ങൾ അവരോട് സഹായം തേടുകയാണ്. ഇങ്ങോട്ട് അയാൾ അർത്ഥം വെക്കുക. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇസ്തിഗാസ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എവിടെന്നാ മൗലവിയായി കിട്ടുക? നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇസ്തിഗാസ അങ്ങനുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ പറ. അങ്ങനല്ല, മറിച്ച് ഇൻതസ്തഗീസു എന്ന് പറഞ്ഞാൽ സഹായം തേടാൻ തന്നെ അർത്ഥമുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്താകുമ്പോൾ ഇസ്തിഗാസയാണ് ആ പറഞ്ഞത്. എന്താ? അല്ലാതെ ഒരു സഹായവും ആരോടും ഒരിക്കലും നേടാൻ പാടില്ല. നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. പിന്നെ ലഹു ദഅവത്തുൽ ഹക്ക് വേറൊരു ആയത്താണ്. ഓരോ ആയത്തിനും വിശദീകരിക്കാൻ സമയമല്ല. ലഹു ദഅവത്തുൽ ഹക്ക് എന്ന ആയത്ത്, ആ ആയത്ത് കഴിഞ്ഞ തൊട്ടുടനെയാണ് ഞാൻ ഓതിയ ആയത്ത്. നിങ്ങൾ കണ്ടില്ലേ? ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈ വമിൻ ഖൽഫി. വിഷയാവതരണത്തിൽ ഞാനൊരു ആയത്ത് ഓതിയല്ലോ. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈ വമിൻ ഖൽഫി എന്താ? സൂറത്തു റായിദിലെ 11-ാമത്തെ ആയത്താ. മലക്കുകൾ നിങ്ങളുടെ സഹായികളായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളുടെ മൗലവി പറഞ്ഞത് എന്താ അറിയോ? നിങ്ങളുടെ മൗലവി പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മലക്കുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശബാബ് വാരികയിൽ എഴുതിയിട്ടുണ്ട്. നിഷേധിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ? അള്ളാഹുവിനെയാണോ നിങ്ങൾ തൗഹീദും ശിർക്കും പഠിപ്പിക്കുന്നത്? ഇതാ വായിക്കുന്നു, നോക്കൂ. ഞാൻ എന്റെ വക പറയല്ല. മരണപ്പെട്ടവർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും തന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടെന്നൊരാൾ വിശ്വസിച്ചു.
അല്ലെങ്കിൽ ഇവരെ വിളിച്ചു തേടുന്നവരെ സഹായിക്കുവാൻ അള്ളാഹു കൽവി നേടിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് ഇവൻ വിളിച്ചു തേടാതെ ജീവിച്ചു. എന്നാലും വിളിച്ചു തേടിയിട്ടില്ല, പിന്നെ സഹായിക്കുന്നു വിശ്വസിച്ചിട്ടുള്ളൂ. എന്നാലും ഇവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. വിളിച്ചു തേടുകയോ പൂജ നടത്തുകയോ ചെയ്താൽ വിശ്വാസത്തോടൊപ്പം കർമ്മത്തിലും ശിർക്ക് വന്നു, അല്ലെങ്കിലോ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. അപ്പൊ ആർക്കാ പേശത്? ലഘു ദഅവത്തുൽ ഹക്ക് എന്ന് മാത്രം ഓതിട്ട് നിന്നാ പോരാ, ബാക്കിയും കൂടി ഓതി. അപ്പൊ ആര് മുശ്രിക്കാകും? ചെറിയ മുണ്ട മുശ്രിക്കാകും. അപ്പൊ ആര് മുശ്രിക്കാകും? ബാക്കിയുള്ള നിങ്ങളുടെ ശബാബിലെ എത്ര എഴുത്തുകാരുണ്ട്, ഓരൊക്കെ മുശ്രിക്കാകും. പിന്നെ ആരും മുശ്രിക്കാവും എന്നറിയോ? ഇപ്പൊ പ്രസംഗിച്ച ലത്തീഫ് മൗലവി മുശ്രിക്കാവും. അതെങ്ങനെ? കാരണം ഇത് തസ്തഗീസൂന റബ്ബക്കുന്നാണ്. റബ്ബിനോട് സഹായം ചോദിച്ചിട്ട് എന്താ റബ്ബ് ചെയ്തത്? മലക്കുകൾ ഇറക്കി സഹായിച്ചു പറഞ്ഞില്ലേ അല്ലേ? മലക്കുകൾ സഹായിക്കുന്നു വിശ്വസിച്ച കാഫിറാവുന്നല്ലേ പറഞ്ഞത്? അല്ലേ? മൗലവി ഇങ്ങനെ വൈരുദ്ധ്യം പറയാൻ എന്തു പറ്റി നിങ്ങൾക്ക്? അതാണ് വിഷയം അവതരിപ്പിക്കുന്ന ആള് മുശ്രിക്കാവുമ്പോ പിന്നെ മറ്റാള് മുവഹിദാവും, മറ്റാള് മുവഹിദാവുമ്പോ ഇയാള് മുശ്രിക്കാവും, എഡിറ്റർ മുവഹിദാകുമ്പോ പിന്നെ വായനക്കാരും മുശ്രിക്കാവും, സെക്രട്ടറി പ്രസിഡന്റ് ആകുമ്പോ മറ്റാള്. ഇങ്ങനെ മുശ്രിക്കുകളുടെ പടയായി മാറിയില്ലേ നിങ്ങൾ? പിന്നെ കാര്യമായിട്ടൊന്ന് പറഞ്ഞൊരായത്ത്, വിഷയത്തിന് ബന്ധമില്ലാതെ ഒരായത്ത് ഓതി അദ്ദേഹം, ഇന്ന കസീറൻ മിനർ റുഹ്ബാൻ എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മള് തിന്നുന്നത് ഹറാമ് തിന്നുന്നത് കൊണ്ടാണ് എന്നൊക്കെ ഉള്ള രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്നാലേ ഇന്ന കസീറൻ മിനർ റുഹ്ബാൻ എന്ന് പറയുന്ന ഈ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് വർത്തമാനം പത്രത്തിൽ പോയി ഓതിക്കൊടുക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ പറ്റിച്ചുകൊണ്ട് പലിശക്കണിയിൽ അകപ്പെടുത്തി ജീവനക്കാരെ നിങ്ങൾ പ്രയാസപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജനങ്ങളുടെ പണം തിന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ഇറങ്ങുന്ന ആയത്തുകൾ അത് ഇങ്ങനെയുള്ള സംവാദ വേദികളിലില്ല, അത്തരം സ്ഥലത്ത് പോയി ഓതിക്കൊടുക്കണമെന്ന് പ്രത്യേകമായി നിങ്ങളോട് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി മുജാഹിദ് പക്ഷത്തു നിന്നും അബ്ദുൽ ലത്തീഫ്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് പടച്ചവനിൽ പങ്കുചേർക്കുന്ന ആളുകൾ ആകാശത്ത് നിന്ന് താഴോട്ട് വീണവരെ പോലെയാണ് എന്നാണ്. ഇപ്പോൾ അഹ്സനിമാർ ഏതാണ്ട് ആ ഒരു കോലത്തിലാണ്. ഏത് പരുന്താണ് റാഞ്ചി കൊണ്ടുപോവുക എന്നത് മാത്രമേ ഇതിന് സംശയമുള്ളൂ. പിടുത്തമില്ലാതെ നടക്കുകയാണ്, എവിടെ പിടിക്കേണ്ടെന്നറിയില്ല. അതിന് പല ഗോഷ്ഠികളും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല ബഹളം ഉണ്ടാക്കുന്നുണ്ട്, കട്ടിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്, പല രൂപത്തിലൊക്കെ. ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ, സംസം വെള്ളം കുടിക്കൽ ശിർക്കാണ് എന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാദഗതി വിഷയാവതരത്തിൽ കേട്ടു. നേരത്തെ ഞങ്ങൾ ചോദിച്ചു, എവിടെയാണ്, ആരാണ് പറഞ്ഞത്? എവിടെയാണ് പറഞ്ഞത്? സംസം വെള്ളം കുടിക്കൽ ശിർക്കാണ് എന്ന് ഞങ്ങൾ എവിടെ പറഞ്ഞു? അത് നിങ്ങൾ പറയുന്ന വേണം. സംസം വെള്ളം കുടിക്കൽ ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് എവിടെ? വെറുതെ ആരോപണം കൊണ്ടേക്കരുത്. ഇവിടെ വിഷയം തന്നെ ഇഷ്ടം പോലെ സംസാരിക്കാനുണ്ടെന്നിരിക്കെ ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ സംഗതി, ഞാനിവിടെ നേരത്തെ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ അവിടെ ഒരു മിൻ ജിഹത്തിഹിം എന്നത് വിട്ടുപോയതാണ്. ഇദ്ദേഹം കട്ടു വിട്ടു എന്നൊക്കെ പറയും. നിങ്ങൾ ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട്. മിൻ ജിഹത്തിഹിം അതെ ഞങ്ങൾ പറഞ്ഞത് അവരുടെ ഭാഗത്ത് നിന്ന്, മരിച്ചുപോയ മഹാത്മാക്കളുടെ ഭാഗത്ത് നിന്ന് ഉപകാരം ലഭിക്കുമെന്ന്, ഉപദ്രവം പിന്നെ തടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവരോട് തേടുന്നതാണ് ഇവിടുത്തെ ദുആ. അല്ലാഹു അല്ലാത്തവരോട് ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അല്ലാഹുവിന് പുറമെ നിങ്ങളെ വിളിച്ചു തേടുന്ന ആളുകൾ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. ആ പറഞ്ഞിടത്താണ് വമഅനാ ഹാദ ദുആ തലബുൽ മനാഫി വകശ്ഫുൽ മദാർ മിൻ ജിഹത്തിഹിം. എന്താണ് വിഷയം? മിൻ ജിഹത്തി എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന്. അതെ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ തേടുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ഉപകാരം ലഭിക്കുമെന്ന് വിശ്വസിക്കൽ, അതുപോലെ ഉപദ്രവം തടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കൽ, അങ്ങനെ തേടൽ, അത് തന്നെയാണ് ഇവിടുത്തെ ഉദ്ദേശം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിലെ ജിഹത്ത് വിട്ടത് കൊണ്ട് അതിൽ കയറാൻ നോക്കി. എന്തിനാന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. എന്താ, ഞാനൊരു കളവ് പറഞ്ഞെന്ന് വരുത്തി തീർക്കാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ ആക്ഷേപിക്കാൻ? ഒന്നും കിട്ടാത്തത് കൊണ്ട് ഒരു പുൽക്കൊടിയിൽ കയറി. ഞാനതാ പറഞ്ഞത്, ആകാശത്ത് താഴെ വീണിട്ടുണ്ട്,
എവിടെ കിട്ടുന്നിടത്ത് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടുത്തം വിട്ടുപോകും. ഈ കോടം പുഴയിൽ നിങ്ങൾ മുങ്ങും. അവിടേക്കാണ് പോകുന്നത്. കാര്യങ്ങൾ ആ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പിന്നെ ഞാൻ ആവർത്തിച്ചു ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രവാചകന്മാർ, മുൻകഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകന്മാർ മരിച്ചുപോയ ഏതെങ്കിലും ഒരു മഹാനോട് ഇസ്തിഗാസ നടത്തിയ ഒരു സന്ദർഭം, ഒരു സംഭവം ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കണം. ഉദ്ധരിച്ചോ? നിങ്ങൾ ഉദ്ധരിച്ചോ? വിഷയാവതരണത്തിൽ ഏതാനും ഇല്ല, എന്നാൽ നിങ്ങളുടെ ചർച്ചയിൽ ഉദ്ധരിച്ചോ? നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം തന്നല്ലോ, ആ സമയത്ത് നിങ്ങൾ ഉദ്ധരിച്ചോ? മുൻകഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ ഒരു മഹാനോട് നടത്തിയിരിക്കുന്ന ഇസ്തിഗാസക്ക് ഒരു സന്ദർഭം എടുത്തുദ്ധരിക്കുവാൻ മറുപക്ഷത്തായ സിനിമാർക്ക് സാധിച്ചോ? ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് മറ്റു വിഷയങ്ങളിലേക്ക് ഇങ്ങനെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പോയി വർത്തമാനത്തിൽ വരെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എന്തായിരുന്നാലും ഏതോ സ്ത്രീകളുടെ മുടി കവർന്നെടുത്തിട്ട് അതുകൊണ്ട് പണം മാറുന്ന ആളുകളല്ല എന്നെങ്കിലും മനസ്സിലാക്കുവാൻ നന്നായിരിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്റെ വിഷയം ഇവിടെ ഞാൻ ആവർത്തി ചോദിച്ചാണ്, പ്രവാചകന്മാർ മരിച്ചുപോയ മഹാത്മാക്കളോട് തേടിയ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉദ്ധരിക്കണം. തെളിവെന്താ? ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലു. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ഞങ്ങളുടെ ഉസ്താദ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് അള്ളാഹുവിന്റെ കൂടെ തന്നെ പ്രവാചകരും സത്യവിശ്വാസികളുമൊക്കെ നമ്മുടെ സഹായികളാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവോട് തേടുന്നത് പോലെ, ഇസ്തിഗാസ ചെയ്യുന്നത് പോലെ പ്രവാചകരോടും സത്യവിശ്വാസികളോടും ഇസ്തിഗാസ നടത്തുവാനുള്ള തെളിവാണെങ്കിൽ ആ ആയത്ത് വിശദീകരിച്ച പ്രവാചക തിരുമേനി നടപ്പിലാക്കി കാണിച്ചു തരും. ഉണ്ടോ? ഇല്ല. മാത്രമല്ല, അതിന് മറുപടിയായിട്ടാണ് വമാലക്കും മിൻ ദൂനിഹി മിൻ വലിയിൻ വലാ നസീർ എന്ന ഖുർആൻ ആയത്ത് ആവർത്തിച്ച് 11ഓളം തവണകളിൽ വന്നത് എടുത്തു പറഞ്ഞത്. അപ്പോൾ അവർക്ക് പ്രശ്നം എന്താ? ആയത്ത് കേട്ടപ്പോൾ ബേജാറായി, ആയത്തുകൾ കേൾക്കുമ്പോൾ ബേജാറാകുന്നു. ഖുർആൻ ഒരുപാട് ആയത്തുണ്ടല്ലോ, ഖുർആൻ അല്ലേ, അങ്ങനെ ഓതിക്കൂടെ? അങ്ങനെ വെറുതെ ഓതി കൂലി വാങ്ങുന്ന ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാടുള്ള ആൾക്കാരല്ല ഞങ്ങള്. മറിച്ച് വിഷയാധിഷ്ഠിതമായി പ്രമാണനിബദ്ധമായി ഞങ്ങൾ ഇവിടെ വാദിക്കുന്ന വാദങ്ങൾക്ക് അനുഗുണമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് 10 അല്ല 100 അല്ല അതിലേറെ ആയത്തുകൾ ഉദ്ധരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. സമയം അനുവദിച്ചാൽ ഉദ്ധരിക്കുകയും ചെയ്യും. പക്ഷേ വെറുതെ ഒരായത്ത് ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല, ഉദ്ധരിക്കുകയുമില്ല. വിഷയത്തോട് കൂറുപുലർത്തിക്കൊണ്ട് മാത്രമാണ് ഉദ്ധരിച്ചത്. എന്നാൽ നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ച ഒരായത്ത് ഇന്നമാ വലിയുക്കുമുള്ള, അത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നതിന് തെളിവാണ് പോലും. ഞാൻ ചോദിച്ചത്, പ്രവാചകന്മാർ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണമെന്ന, അത് ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല. എന്നാൽ ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വിവക്ഷ നിങ്ങളുടെ തന്നെ നേതാവ് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് സമസ്ത പിളരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാസം മുസ്ലിയാരെ ഒക്കെ വകവെക്കാതെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന തഫ്സീറിൽ അദ്ദേഹം പറയുന്നെന്താ? ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടാനുള്ള തെളിവായിട്ടല്ല. മറിച്ച് അദ്ദേഹം പറയുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഢബന്ധവും ആയിക്കൂടെന്ന് പറഞ്ഞപ്പോ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്ക ഉണ്ടായേക്കും. വിശിഷ്യ ഖുർആന്റെ അവതരണ കാലത്ത് മക്കയിൽ മുശ്രിക്കുകളും മദീനയിൽ ജൂതന്മാരും ഒട്ടേറെ ഉണ്ടായിരുന്നു. രണ്ടു വിഭാഗവും സത്യദീനിന്റെ ബദ്ധവൈരികൾ. എല്ലാ കാലവും മിക്ക സ്ഥലത്തും മുസ്ലിങ്ങൾ ഈ അവസ്ഥ തരണം ചെയ്യേണ്ടി വരാം. അതിനാൽ അവർ യഥാർത്ഥ മൈത്രി സ്ഥാപിക്കേണ്ടത് അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളായ സഹോദരങ്ങളുമായാണ് എന്നത്ര ഇവിടെ പഠിപ്പിക്കുന്നത്. അമുസ്ലിങ്ങളുമായി നിശേഷം ബന്ധവിച്ഛേദനം നടത്തുക എന്നതല്ല ഇതിന്റെ ഉദ്ദേശമെന്ന് വിസ്മരിച്ചുകൂടാ. അയൽക്കാരും രക്തബന്ധമുള്ളവരും മറ്റുമൊക്കെ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുമായി നന്നായി അനുവർത്തിക്കുവാൻ പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ യഥാർത്ഥ വസ്തുത പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ സൂറത്ത് മാഇദയിലെ 55 മുതൽ ഓതിയാൽ പോരാ, 51 മുതൽ ഓതണം. അവിടെ നിങ്ങോട്ട് ഓതി വരുമ്പോ അതിന്റെ വ്യാഖ്യാനവും വായിക്കുമ്പോ ഇത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുവാനല്ലെന്നും മറിച്ച് ജീവിതകാലത്ത് ജൂതന്മാരും അടക്കമുള്ള ശത്രുക്കളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നതിന് പകരം നിങ്ങളുടെ ബന്ധവും നിങ്ങളുടെ മൈത്രിയും അള്ളാഹുവോടും റസൂലിനോടും സത്യവിശ്വാസികളോടും ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയത്തെടുത്തിട്ട മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, ഏതു പ്രവാചകൻ, മരിച്ചുപോയ ഏത് പ്രവാചകനെ എപ്പോൾ വിളിച്ചു തേടി, എപ്പോൾ ഇസ്തിഗാസ നടത്തി? ഒരു സംഭവം പറയാൻ പറ്റോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് കുഞ്ഞില്ലാതിരുന്നപ്പോ തൊട്ടുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന മറ്റൊരു പ്രവാചകനോട് തേടുകയാണോ ചെയ്തത്? അതല്ല. ഖുർആൻ പറഞ്ഞ പോലെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ എനിക്കൊരു കുഞ്ഞു തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണോ ചെയ്തത്?
ചെയ്തത്? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗബാധിതനായപ്പോ തനിക്കുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകരോട് ഇസ്തിഗാസ നടത്തുകയാണോ ചെയ്തത്? അതല്ല, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി യദുർ വഅൻത അർഹമുർ റഹീമീൻ എന്ന് റബ്ബിനോട് തേടുകയാണോ ചെയ്തത്? അങ്ങനെയുള്ള മറുപടിയാണ് കിട്ടേണ്ടത്. എങ്കിൽ ആ നിലക്ക് പ്രവാചകന്മാർ മരിച്ചുപോയ മഹാത്മാക്കളോട് തേടിയ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം, സംഭവം ഉദ്ധരിക്കണം. ഖുർആനിൽ നിന്ന് സംഭവം ഉദ്ധരിക്കണം. പിന്നെന്താ, മലക്കുകൾ ഇവിടെ കാവൽ നിൽക്കുന്നില്ലാണ്. മലക്കുകൾ കാവൽ എന്നോട് നമ്മുടെ ചർച്ചാ വിഷയമല്ലത്. നമ്മുടെ ചർച്ചാ വിഷയം എന്താ? മരിച്ചുപോയ മഹാത്മാക്കളെ വിഷയമാണ്. മാത്രമല്ല, മലക്കുകളെ കുറിച്ച് ലഹു മുഅഖിബാത്തുൻ എന്ന് തുടങ്ങുന്ന ആയത്തോതുമ്പോ കൂട്ടി മനസ്സിലാക്കുക. അള്ളവരെ കുറിച്ച് പറഞ്ഞ എന്താ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. മലക്കുകൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ് കൽപ്പിച്ചത് അതുപോലെ അപ്പടി നിറവേറ്റുന്ന അള്ളാഹുവിന്റെ പ്രവർത്തനം നടപ്പിലാക്കുന്ന ആളുകൾ എന്നതിനപ്പുറത്ത് മലക്കുകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്. ആ വിഷയം ഇതിലേക്ക് അനാവശ്യമായി വലിച്ചഴച്ചതാണ്. ഇവിടുത്തെ വിഷയം എന്താ? മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നത് അത് തൗഹീദാണോ ശിർക്കാണോ? അതാണ് വിഷയം. വേറൊരുപാട് തർക്കങ്ങളുണ്ട്. സുന്നി മുജാഹിദ് തമ്മിലും മുജാഹിദുകൾക്കിടയിലും സുന്നികൾക്കിടയിലും ഒക്കെ തർക്കങ്ങളുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഓരോന്നിനും വ്യവസ്ഥ വേറെ എഴുതിക്കോ, ജിന്നിനെ കുറിച്ച് എഴുതിക്കോ, മലക്കിനെ കുറിച്ച് എഴുതിക്കോ, അങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് വ്യവസ്ഥ എഴുതിക്കോ, നമുക്ക് സംവാദം നടത്താം. പക്ഷേ ഇപ്പോൾ എഴുതിയ വ്യവസ്ഥ അതിലെ വിഷയം ഇസ്തിഗാസയാണ്. അതും മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയാണ്. വാദവും അതാണ്. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ എന്ന പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതും ശിർക്കുമാണ്. അതാണ് ഞങ്ങൾ തെളിയിച്ചത് വിഷയാവതരണത്തിൽ. ഇപ്പോൾ വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയും അതാണ്. എന്നാൽ മറിച്ച് അത് വിശുദ്ധ ഖുർആൻ വിലക്കിയ പ്രാർത്ഥനയല്ലെന്നും അതുകൊണ്ട് ശിർക്കല്ലെന്നും അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് എന്നുമുള്ള നിങ്ങളുടെ വാദം തെളിയിക്കുവാൻ ഞാൻ വീണ്ടും ആവർത്തിച്ചു ആവശ്യപ്പെടുന്നു. പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരു പ്രവാചകൻ, മരിച്ചുപോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട് ഒരു ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം, ഒറ്റ സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിച്ചാൽ ഈ വിഷയം പിന്നെ അവിടെ അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ നീട്ടിക്കൊണ്ടു പോകേണ്ടി വരില്ല. അത്രമാത്രം കൃത്യമാണ് കാര്യം. ഒറ്റ സംഭവം മതി. ഖുർആൻ ഉദ്ധരിക്കണം. 25 പ്രവാചകന്മാരുടെ കാര്യങ്ങൾ ഖുർആൻ എടുത്തു പറഞ്ഞിട്ട് അതിലെ ഒരു പ്രവാചകൻ പോലും മരിച്ചുപോയ മറ്റൊരു പ്രവാചകനോട് ഒരു ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം പോലും ഉദ്ധരിക്കുവാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്തിനാണ് ഇത്ര മാസങ്ങൾ കാത്തിരുന്നത്? എന്തിനാണ് ഇത്രമാത്രം നിങ്ങൾ ഒരുങ്ങി വന്നത്? എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള കോപ്പ്? ആ വിഷയങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആൻ എന്ന ഒന്നാം പ്രമാണത്തിൽ നിന്ന് ഇതിന് കൃത്യമായ മറുപടി വേണം. അതാ ഞങ്ങളുടെ ആവശ്യം. ഒരു സംഭവം, മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉദ്ധരിക്കണം. അതാ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ബഹളം വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഈ മൗലവി ഇത്രയും വലിയ ജഹാലത്തൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇത് ഞാൻ വായിച്ചല്ലോ. സലാം സൊല്ലിമി മുപ്പരൊക്കെ ഉസ്താദല്ലേ? ആ ഉസ്താദിന്റെ അടുത്ത് നിന്ന് വായിച്ചത് നബിയുടെയും സഹാബിമാരുടെയും മാതൃക ഇല്ല എന്ന ഏക കാരണത്താൽ സഹായതേട്ടം നിഷിദ്ധമോ ശിർക്കോ കുഫറോ ആവുകയില്ല. നബി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ് മൗലവി, അപ്രസക്തമാണ്. ഇത് ആരാ പറയുന്നത്? ഞാൻ പറയല്ല, ഒക്കെ ഉസ്താദ് പറയുന്നതാണിത്. ആ ഉസ്താദിനെ എങ്കിലും ഒന്ന് ആദരിച്ചുകൂടെ, ബഹുമാനിച്ചുകൂടെ? അദ്ദേഹം പറയാ ശിർക്കാകൂല എന്ന് മാത്രമല്ല, മറിച്ച് അത് പുണ്യകരമായ സംഗതിയും കൂടി ആയേക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു ഒരാൾ വാദിക്കാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത് ശിർക്കാണ്. ഒരാൾ വാദിച്ചു, എന്തൊക്കെ ശിർക്കാവുന്ന കാലല്ലേ. അപ്പൊ ഒരാൾ അങ്ങനെ വാദിച്ചു. അപ്പോൾ ശിർക്കല്ല എന്ന് മറ്റൊരാളും വാദിച്ചു. ശിർക്കാണെന്ന് വാദിക്കുന്ന ആളുടെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ക്രോഡീകരിച്ചതായി തെളിവ് തരിക്കാമോ? എന്ത് പച്ച പൊട്ടത്തരാണ് അതൊക്കെ, അല്ലേ? സംഗതിയിൽ അങ്ങനൊന്നും പറയാൻ പാടില്ല. പക്ഷെ ഇങ്ങനത്തെ പൊട്ടത്തരം പറഞ്ഞാൽ അതല്ലാതെ എന്താ ചെയ്യാ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കിതാബ് എന്റെ കയ്യിലുണ്ട്, സംഭവങ്ങൾ ഞാൻ ഉദ്ധരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ആ ചോദ്യം ഒരു ബിലോ ആവറേജിന്റെയും താഴെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമതായി അക്കാര്യമാണ് പറയാനുള്ളത്. പിന്നെ വേറൊരാള് പറഞ്ഞല്ലോ, അതിന്റെ ഇടക്ക് വന്നല്ലോ, അദ്ദേഹത്തിന് മലയാളം ഏതാ അറബി ഏതാ എന്ന് പറഞ്ഞു. യാ സയ്യിദി സരദി, നിങ്ങൾ ഇവിടുന്ന് മലയാളത്തിൽ വെച്ചിട്ട് അവിടുന്ന് കേൾക്കുമോ? സാധു അത് മലയാളല്ല, അത് അറബിയാണ്. കേൾക്കോന്നല്ലേ? ഇമാം റാസിയുടെ കിതാബാണ് എന്റെ കയ്യിലുള്ളത്.
തഫ്സീർ റാദിയാണ് കയ്യിലുള്ളത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, എന്ത്? എന്റെ അടിമ എന്നിലേക്ക് അടുത്താൽ അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ ചെവി ഞാനാകും, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. ആ ആയത്തിന്റെ, ആ ഹദീസിന്റെ അർത്ഥം എന്താ? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കേൾക്കുക. وكذلك العبد إذا واظب على الطاعات بلغ إلى المقام الذي يقول الله كنت له سمعا. ഒരടിമ അള്ളാഹു ഇഷ്ടപ്പെട്ട മുഹ്യിദ്ദീൻ ഷെയ്ഖ് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തയാളാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. മഹാനവറുകൾ ഏത് പദവിയിലെത്തി എന്നറിയുമോ? ആ അടിമയെത്തി കുന്തു ലഹു സംഅൻ വബസറ എന്ന് അള്ളാഹു പറയുന്ന ആ ഒരു അവസ്ഥയിലെത്തി. ഫൈദാ സ്വാറ നൂറു ജലാലില്ലാഹി സംഅൻ ലഹു. അങ്ങനെ അള്ളാഹു അവിടുത്തെ ചെവിയായി കഴിഞ്ഞാൽ സെമിഅൽ ഖരീബ വൽ ബഈദ, വിദൂരമുള്ളതും കേൾക്കും അടുത്തുള്ളതും കേൾക്കും. കിതാബ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വൈദാ സ്വാറ ദാലിക നൂറു ബസറൻ ലഹു റഅൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളതും കാണും അകലെയുള്ളതും കാണും. വൈദാ സ്വാറ ദാലിക നൂറു യദൻ ലഹു ഖദറ അല തസറുഫി ഫിസ്സഅബി വസ്സഹലി, പ്രയാസഘട്ടങ്ങളിലും എളുപ്പഘട്ടങ്ങളിലും അവന് ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. എവിടെ? ഫിൽ ഫിൽ ഫിസ്സഅബി വസ്സഹലി വൽ ബഈദി വൽ ഖരീബ്, അടുത്തും അകലെയുള്ളതിലും ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ലോക മുഫസ്സിറായ ഇമാം റാദിയുടെ തഫ്സീറാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. സഹോദര, നോക്കൂ നിങ്ങൾ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവര് പറഞ്ഞു മാലക്കും വലിയും വലാ നസീർ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? എന്തിനാണ് അള്ളാഹു ഇങ്ങനൊക്കെ 11 പ്രാവശ്യം പറഞ്ഞിട്ട് ഇന്നമാ വലിയുക്കും അല്ലാഹു റസൂലുഹു എന്ന് പറഞ്ഞത്? അള്ളാഹു വൈരുദ്ധ്യം പറയുന്ന ആളാണോ എന്ന് ഞാൻ ചോദിച്ചില്ലേ? ആയത്ത് ഓതിയോ എന്ന് ചോദിച്ചു. ഓതിയത് ആയത്തല്ലേ? വിശുദ്ധ ഖുർആനിൽ മാഇദ എന്നൊരു സൂറത്തില്ലേ? 55-ാമത്തെ ഒരു ആയത്തില്ലേ? ആ ആയത്തിന് എന്താണ് ബന്ധു എന്നാണ് അർത്ഥമെന്ന് KV ഉസ്താദ് പറഞ്ഞിരിക്കുന്നു. അതിനെന്താ? ഖുർആൻ ഒരു മാനേ ഉള്ളൂ. മഹാനായ ഇമാം റാസി പറഞ്ഞു, ഹാഫിളുക്കും, നിങ്ങളുടെ സംരക്ഷകരാകുന്നു, നിങ്ങളുടെ സഹായിയാകുന്നു. പിന്നെ ഇറങ്ങിയ സന്ദർഭം അങ്ങനെയാണ്. സന്ദർഭം അങ്ങനെയാണെങ്കിലും സബബുൻ നുസൂൽ ഖാസാണെങ്കിലും ഹുക്മ ആമാണ് മൗലവി, അതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചുകൂടെ നിങ്ങൾക്ക്? പിന്നെ കാര്യമായിട്ട് പറഞ്ഞൊരു സംഗതി എന്താ പറയുക? സംസം വെള്ളം കുടിച്ചാലും മുശ്രിക്കായി പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന്. നിങ്ങൾ അങ്ങനെ വ്യക്തമായി പറഞ്ഞു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചെല്ല് തെക്ബീർ ചെല്ല്. പക്ഷേ മൗലവിമാരെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണറിയോ? അപ്പോൾ നിങ്ങൾക്ക് അഭൗതികമാണെന്ന മാനദണ്ഡമില്ലേ? പൊളിഞ്ഞോ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞില്ലേ? കാരണം എന്താ? അഭൗതികമായ നിലക്ക് ഇത്ര പെട്ടെന്ന് ഫാത്തിഹയുടെ തീരത്തി എന്ന പുസ്തകം നിങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞോ? ഈ പുസ്തകത്തിൽ ആ പാവം മനുഷ്യൻ ഇത്ര പേജുകൾ 135ഓളം പേജുകളിൽ നിരന്തരമായി പറഞ്ഞത്, മക്കളെ അഭൗതികമായ നിലക്ക് ഗുണം പ്രതീക്ഷിച്ച ശിർക്കാണ് കേട്ടോ എന്ന സംസം വെള്ളമിൽ എന്ത് ഭൗതികമായ ഗുണമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? പറയൂ. അപ്പൊ പറയൂ, അതിലെ ഇപ്പൊ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ. അല്ല, ശാസ്ത്രീയ ഗവേഷണം നടക്കുന്നതിന് മുമ്പ് അത് കുടിച്ച ആളുകൾ മുശ്രിക്കുകളാണോ? നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം സംസം വെള്ളം ആരാണ്? സംസം വെള്ളത്തിൽ തന്നെ ഞങ്ങൾ മുക്കും. ഞങ്ങള് നോക്കിക്കോ. കാരണം എന്താ? അതോടുകൂടി അഭൗതികം എന്നുള്ള മാനദണ്ഡം പൊളിയണം. അങ്ങനെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞ് പാളീസായി പോയില്ലേ? ഇനി എന്തിനു പറ്റും നിങ്ങളെ തൗഹീദ്? പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞത്, അതേപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ബർക്കത്തിർക്ക്. എന്തേ മുപ്പര് സംസം വെള്ളത്തിൽ പൊങ്ങിയത് നിങ്ങൾക്ക്? അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സിഹിർ മിണ്ടിയില്ല, ബർക്കത്ത് മിണ്ടിയില്ല, ജിന്ന് മിണ്ടുന്ന പ്രശ്നമേ ഇല്ല. എന്തേ മിണ്ടാതിരുന്ന്? ജിന്ന് പറഞ്ഞ ചെറിയ മുണ്ടം മുശ്രിക്കാവും, ബർക്കത്ത് പറഞ്ഞാലോ ജനറൽ സെക്രട്ടറി CP മുശ്രിക്കാവും. ഇത് ഏതാ എന്റെ കയ്യിൽ? ശബാബ്. ഈ ശബാബിൽ പറയുന്നത് കേട്ടോ നിങ്ങൾ, അള്ളാഹുവിന് പുറമെ സൃഷ്ടികളിൽ നിന്ന്
അദൃശ്യവും അഭൗതികമായ നിലക്ക് നന്മ ആഗ്രഹിക്കൽ ശിർക്കും കുഫറുമാകുന്നു. അഭൗതികമായ നിലക്ക് നന്മ ആഗ്രഹിച്ച ശിർക്കും കുഫറും. പ്രവാചകന്റെ മുടി കൊണ്ടോ വസ്ത്രം കൊണ്ടോ വിയർപ്പ് കൊണ്ടോ മറ്റോ അദൃശ്യവും അഭൗതികവുമായ നിലക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ട് ബറക്കത്തെടുക്കൽ ഈ വകുപ്പിൽ പെടുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുത്താൽ അത് ശിർക്കാകുന്നു. എന്നാൽ ഇത് വേറൊരു ശബാബ്. ഇത് അള്ളർക്കെ ഗ്രന്ഥല്ല. ഇഖ്തിലാഫ് ഉണ്ടാവും. ഇഖ്തിലാഫ് ഉണ്ടാകും. ഇതിൽ CP ഉമർ സല്ലമി എഴുതുന്നതോ അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട പല വസ്തുക്കളുടെയും ബറക്കത്ത് സ്വഹാബികൾ പ്രയോജനപ്പെടുത്തിയിരുന്നു. മുശ്രിക്കായിലെ എന്തിനു പറ്റും? ഇറക്കിവിട് നിങ്ങളുടെ CP ഉമർ സല്ലമിയെ ആ കസേരയിൽ നിന്ന് തെറിപ്പിക്ക്. അല്ലെങ്കിൽ മുശ്രിക്കല്ല എന്ന് പറ. മുശ്രിക്കല്ലെങ്കിൽ ഈ ശബാബിൽ പറഞ്ഞ തെറ്റാണെന്ന് പറ. ശബാബിൽ പറഞ്ഞ തെറ്റാണെങ്കിൽ ഉമർ മൗലവി മുശ്രിക്കാണെന്ന് പറ. തൗഹീദ് അറിയാത്ത ആളാണെന്ന് പറ. ഞങ്ങള് ഇതാ ആകാശത്തിൽ നിന്ന് താഴോട്ട് വീണ് ഗതിയില്ലാതെ നട്ടം തിരിയുന്നവരെ പോലെ ആക്കിയിരിക്കുന്നു സഹോദര. അവിടെ പറഞ്ഞാൽ ഇവിടെ കുടുങ്ങും, ഇവിടെ പിടിച്ചാൽ അവിടെ കുടുങ്ങും. ഇതാണ് ഉള്ളത് പറഞ്ഞിട്ടില്ലെങ്കിലുള്ള കുഴപ്പം. കഴിഞ്ഞില്ല. ഇത് നോക്ക് നിങ്ങൾ. ഇതേ സുല്ലമി എന്നൊരു തെളിവ് പറയാ. നമുക്ക് ഹദീസും ആയത്തിന് ഖുർആനോ ഹദീസ് ഒന്നും എടുക്കേണ്ട കാര്യം തന്നെ ഇല്ലതാ. ഇവിടെ തന്നെ വളരെ വ്യക്തമായി അറബി തന്നെ എഴുതുന്നു. നോക്കൂ നിങ്ങൾ, ശബാബിൽ എഴുതുന്നു. നോക്കൂ, ഇതാ മാ തസ്നഈന യാ ഉമ്മ സുലൈം. കേട്ടോ, മാ തസ്നഈന യാ ഉമ്മ സുലൈം ബീവിയുടെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അവിടെ കിടന്നുറങ്ങി. അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ഉറ്റി വീണു. ആ സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അതാ വിയർപ്പ് എടുക്കുന്നു, എന്നിട്ട് കുപ്പിയിലാക്കുന്നു. റസൂലുള്ളാഹി ഉണർന്നു ചോദിച്ചു, മാ തസ്നഈന, നീ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ കാലത്ത് യാ റസൂലല്ലാഹ് നർജു ബറകതഹു, ഞങ്ങൾ ബറക്കത്തെടുക്കുന്നു. ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടി CP ഉമർ സുല്ലമി മുശ്രിക്കാണോ? നിങ്ങൾ പറ. നിങ്ങളെ തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. ഈ സമുദായത്തെ മുഖ്യധാരയെ മുഴുവൻ മുശ്രിക്കാക്കാൻ വേണ്ടി പറയൂ. ഉമ്മു സുലൈം മുശ്രിക്കത്താണോ? ഉമ്മു സലമ മുശ്രിക്കത്താണോ? ഖാലിദ് ഇബ്നു വലീദ് മുശ്രിക്? ഞാൻ പറയുന്നത് ഇതാ സംഭവമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് ഒരു കുരുടനായ മനുഷ്യൻ വരുന്നു. എന്നിട്ട് പറയാ, എന്റെ കണ്ണിന്റെ കാഴ്ച, അതിന് നിങ്ങൾ അള്ളാഹുവിനോട് സംഭവം പറയാൻ സമയമില്ല. ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? അവിടുന്ന് റസൂലുള്ളാഹി ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഇൻഷാ അല്ലാഹ് വിശദ വിവരം ഇവിടെ പറയും. ഞാൻ നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ഗണന സംസാരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 4 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം. അതിന് ആദ്യമായി 4 മിനിറ്റ് ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി മുജാഹിദ് പക്ഷത്തെ ക്ഷണിക്കുന്നു. മുസ്ലിയാരെ, എങ്ങനെ കയറിട്ട് വലിച്ചു കൊണ്ടുവന്നാലും വിഷയത്തിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറല്ല. ഇവിടെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാത്ത, വിഷയം എഴുതാത്ത ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ അദ്ദേഹം തയ്യാറാണ്. ബർക്കത്ത്, ജിന്ന്, സിഹിർ, മലക്ക്, ഒരുപാട് ഐറ്റംസ്. ഞാനത് നേരത്തെ പറഞ്ഞത്. ആ വിഷയത്തിലൊക്കെ നമുക്ക് ഒരു വ്യവസ്ഥ ഇൻഷാ അല്ലാഹ് കോടമ്പടിയിൽ വീണ്ടും എഴുതാം. ഇപ്പൊ വ്യവസ്ഥ എഴുതിയ വിഷയത്തിലുള്ള വാദത്തിലേക്ക് വരാം, അതിലേക്ക് വരാം. മാത്രമല്ല, ഇവിടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്താണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ ഹംസക്കോയ ബാക്കവി 3 എഴുതിയതാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, എന്നാൽ അഹ്ലുസുന്നയും നവീനാശയക്കാരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ മരണപ്പെട്ട മഹത്തുക്കളോട് സഹായം തേടുക എന്നതാണ്. മരണപ്പെട്ട മഹത്തുക്കളോട് സഹായം തേടുക എന്നതാണ് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്നാണ് നിങ്ങളുടെ ഹംസക്കോയ ബാക്കവി എഴുതി വെച്ചത്. ആ ഇസ്തിഗാസക്ക് അവിടെ വിഷയം എഴുതിയത്, അതിനാണ് വാദം എഴുതിയത്. അതുകൊണ്ട് അതിനാണ് തെളിവ് ലഭിക്കേണ്ടത്. അതാ ഞങ്ങളുടെ വിഷയം. എന്റെ ചോദ്യം, ഞാൻ എന്റെ വിഷയാവതരണത്തിൽ ചോദിച്ച ചോദ്യം, നേരത്തെ ചർച്ചയിൽ ചോദിച്ച ചോദ്യം, ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. അതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഖുർആൻ എന്ന് ചോദിച്ചാൽ ഖുർആൻ തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഖുർആൻ എന്ന് ചോദിച്ചാൽ ഖുർആൻ കിട്ടണം, അല്ലെങ്കിൽ ഖുർആൻ ഇല്ല എന്ന് പറഞ്ഞ